പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പോകുവിൻ, പോയിടുവിൻ, ദൂതുമായി പോയിടുവിൻ, ജാതിഭേദമില്ലാതെ പോകുവിൻ, പോയിടുവിൻ, ദൂതുമായി പോയിടുവിൻ, ജാതിഭേദമില്ലാതെ, വർഗവർണ്ണം നോക്കാതെ ആയിരങ്ങൾ തേടിടുന്ന ഭാരതത്തിൻ മണ്ണിലേക്ക് പോകുവിൻ, പോയിടുവിൻ, ദൂതുമായി പോയിടുവിൻ, ജാതിഭേദമില്ലാതെ. ലല്ലലാ ലല്ലലാ ലലലാല ലലലാ ലലാ ലലലാ ലലലാ ലലലാ. സ്വന്ത ജീവൻ തന്നവന്റെ സ്വന്ത ജനമായി മാറ്റി നമ്മെ സ്വർഗരാജ്യ സാക്ഷ്യവുമായി തളരാതെ പതറാതെ പോകാം. സ്വന്ത ജീവൻ തന്നവന്റെ സ്വന്ത ജനമായി മാറ്റി നമ്മെ സ്വർഗരാജ്യ സാക്ഷ്യവുമായി തളരാതെ പതറാതെ പോകാം. പോകുവിൻ, പോയിടുവിൻ, ദൂതുമായി പോയിടുവിൻ, ജാതിഭേദമില്ലാതെ. ലല്ലലാ ലല്ലലാ ലലലാല ലലലാ ലലാ ലലലാ ലലലാ ലലലാ. ഐക്യമെന്ന കോട്ട കെട്ടി സ്നേഹമെന്ന വാക്യവുമായി ദുർഘടങ്ങൾ നോക്കാതെ ലോകം മുഴുവൻ പോകാം. ഐക്യമെന്ന കോട്ട കെട്ടി സ്നേഹമെന്ന വാക്യവുമായി ദുർഘടങ്ങൾ നോക്കാതെ ലോകം മുഴുവൻ പോകാം. പോകുവിൻ, പോയിടുവിൻ, ദൂതുമായി പോയിടുവിൻ, ജാതിഭേദമില്ലാതെ, വർഗവർണ്ണം നോക്കാതെ ആയിരങ്ങൾ തേടിടുന്ന ഭാരതത്തിൻ മണ്ണിലേക്ക് പോകുവിൻ, പോയിടുവിൻ, ദൂതുമായി പോയിടുവിൻ, ജാതിഭേദമില്ലാതെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 16, 15 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മിസ്സിയോ കൂട്ടായ്മയെ പൂർണ്ണമായും അങ്ങേ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയെ അങ്ങ് തന്നെ നയിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഓരോ ശുശ്രൂഷകളെയും നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സാക്ഷ്യം പറയുന്നവർ, വചന പ്രഘോഷണം നടത്തുന്നവർ, സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ വചനം പ്രഘോഷിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും വരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ കൂട്ടായ്മയുടെ സാരഥികളായി പ്രവർത്തിക്കുന്ന ടോമിച്ചനങ്ങളെയും അലിസൂട്ടി ആന്റിയെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്നവരെയും അവരുടെ നിയോഗങ്ങളെ അങ്ങ് കരുണയോടെ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആലപ്പാട്ട പിതാവിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുവാനും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുവാനും വേണ്ട എല്ലാ കൃപകളും പിതാവിന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
മിസ്സിയോ കുടുംബത്തെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ മിസ്സിയോ ടീമിലുള്ള എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും എല്ലാ മെന്റേഴ്സിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. മിസ്സിയോയെ സാമ്പത്തികമായും പ്രാർത്ഥന മൂലം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ കൂട്ടായ്മയുടെ ഈ 13ാം ബാച്ചിലുള്ള എല്ലാ അംഗങ്ങളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ഈശോയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അവർ ഞങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ അങ്ങയുടെ വചനം ശ്രവിച്ച് വചനത്തിൽ ജീവിച്ച് അങ്ങയുടെ സുവിശേഷ പ്രഘോഷണം എന്ന ദൗത്യം സ്വീകരിച്ചുകൊണ്ട് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ട എല്ലാ കൃപകളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി വരുന്ന അടുത്ത 14ാം ബാച്ചിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ അങ്ങ് തെരഞ്ഞെടുത്തു കൊണ്ടുവരുന്ന എല്ലാ മക്കളും അങ്ങയുടെ വചനം സ്വീകരിക്കുവാനും അങ്ങയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനും വേണ്ട എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ എല്ലാ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സംരംഭങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഒരു തടസ്സവും കൂടാതെ ശുശ്രൂഷ നന്നായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ട എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മിസ്സിയോ കുടുംബത്തിലൂടെ ലോകത്തിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയെ മിസ്സിയോ കുടുംബത്തെയും പൂർണ്ണമായും നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഡേസി ചേച്ചി ചേട്ടൻ കുടുംബത്തിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥന തുടങ്ങിയതിന് നന്ദി പറയുന്നു. ഇപ്പം നല്ല ഒരു ഗാനം ആലപിച്ച് നമുക്ക് പ്രാർത്ഥന ചെയ്ത് ചേച്ചിയോടും നന്ദി പറയുന്നു. നമുക്ക് ഈ മാർക്ക് 16, 15 വായിച്ച പോലെ ബൈബിൾ വചനം പറഞ്ഞ പോലെ നമുക്കത് ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാനാണല്ലോ ദൈവം ഈശോ നമ്മളോട് പറഞ്ഞത്. നമുക്ക് ഈ ബൈബിൾ വചനം ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രൊക്ലമേഷനായിട്ട് വത്സമ്മ ചേച്ചീനെ ക്ഷണിക്കുന്നു. വത്സമ്മ ചേച്ചി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സുവിശേഷ പ്രഘോഷണം എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16ാം അധ്യായം 15ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തു അപ്പസ്തോലന്മാർക്ക് നൽകിയ ദൗത്യമാണിത്. അപ്പസ്തോലന്മാരിലൂടെ സഭയിലൂടെ ഈ ദൗത്യം ഇന്ന് നമ്മുടെ കരങ്ങളിൽ എത്തിയിരിക്കുകയാണ്. വിശുദ്ധ പോൾ 6 മാർപ്പാപ്പ സഭയ്ക്ക് സമ്മാനിച്ച സുവിശേഷ പ്രഘോഷണം എന്ന മനോഹരമായ അപ്പസ്തോലിക ആഹ്വാനത്തിന്റെ 15ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം സമർത്ഥിക്കുന്നു: സഭ ക്രിസ്തുവിൽ തുടർന്ന് ജീവിച്ചു പോരുകയാണ്. അവിടുത്തെ സുവിശേഷവൽക്കരണത്തിന്റെ സംരംഭം തുടർന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് സഭയുടെ ദൗത്യം. പ്രിയമുള്ളവരെ, സഭ ആരംഭിച്ചത് തന്നെ സുവിശേഷ പ്രഘോഷണത്തിലൂടെയാണ്. സഭ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ്. സഭ നിലകൊള്ളുന്നത് തന്നെ, സഭയുടെ അസ്തിത്വം തന്നെ സുവിശേഷവൽക്കരിക്കുക എന്നതാണ്. സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയാണ് സഭ നിലകൊള്ളുന്നത്. പ്രിയമുള്ളവരെ, ഇതൊരു ഓപ്ഷണൽ അല്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നില്ല. ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നതല്ല, കർത്താവ് പറഞ്ഞ കാര്യം അനുസരിക്കുക എന്നതാണ് പ്രധാനം. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. ദൈവഹിതം നിറവേറ്റിയ അമ്മ ദൈവഹിതം നിറവേറ്റാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പസ്തോലന്മാരോട് യേശുക്രിസ്തു പറഞ്ഞ അതേ കാര്യം ഇന്ന് അവിടുന്ന് നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്. നമുക്കറിയാം, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടത് ഒരു ദൗത്യവുമായിട്ടാണ്. വിശുദ്ധ ലൂക്ക 4:18 അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷേകം ചെയ്യപ്പെട്ടവർക്ക് മാത്രമേ യേശു കർത്താവാണെന്ന് മറ്റുള്ളവരോട് പറയാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അഭിഷേകം ചെയ്യപ്പെട്ടവർക്കെല്ലാം സുവിശേഷം പ്രസംഗിക്കാൻ കടമയുണ്ട്. ഈ കടമ
നാം ഓരോരുത്തരും സഭയിലേക്ക് പ്രവേശിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടുകൊണ്ടാണ്. അതിനാൽ ഇത് നാം ഓരോരുത്തരുടെയും കടമയാണ്. കടമയായതുകൊണ്ട് അത് നാം തന്നെ നിർവഹിച്ചേ പറ്റൂ, മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഓരോരുത്തരുടെയും കടമയാണ്. അതായത് വൈദികരുടെയോ സന്യസ്തരുടെയോ മാത്രം കടമയല്ല. പന്തക്കുസ്ത ദിവസം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട അപ്പസ്തോലന്മാർ എത്ര ധൈര്യത്തോടെയാണ്, എത്ര തീക്ഷ്ണതയോടെയാണ് സുവിശേഷം പ്രസംഗിച്ചത്. അപ്പസ്തോല പ്രവർത്തനം 4:20 വചനം പറയുന്നു, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ചാട്ടുവാറടിയും കല്ലേറും കാരാഗൃഹവാസവും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടും അവർ ഈ ദൗത്യ നിർവഹണത്തിൽ നിന്നും പിൻവാങ്ങാതിരുന്നത്. സുവിശേഷം പ്രസംഗിക്കാതിരിക്കുന്നതിന് വേണ്ടി പല വ്യത്യസ്ത പട്ടണങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ട അപ്പസ്തോലന്മാർ തങ്ങൾ എത്തിപ്പെട്ട സ്ഥലത്ത് അതേ ദൗത്യം നിർവഹിക്കുന്നതായി നമുക്ക് കാണാം. അപ്പസ്തോലന്മാരിൽ നിന്നും പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് ആദിമസഭ സഹോദരങ്ങൾ എത്രമാത്രം പീഡനങ്ങൾ യേശുക്രിസ്തുവിന് വേണ്ടി സഹിച്ചു. ആദിമസഭാ സഹോദരങ്ങൾ സഹിച്ച അല്ലെങ്കിൽ ഏറ്റുവാങ്ങിയ അതേ പീഡനം തന്നെ ഇന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ ഏറ്റുവാങ്ങുന്നതായി നാം അറിയുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, സുവിശേഷം പ്രസംഗിക്കാൻ നാം ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് നാം നമ്മെ തന്നെ സുവിശേഷവൽക്കരിക്കണം. ഇവാഞ്ചലൈസ്ഡ് ആയാൽ മാത്രമേ ഇവാഞ്ചലൈസ് ചെയ്യാൻ പറ്റൂ. സുവിശേഷ വചനം ആദ്യം നമ്മുടെ ഹൃദയത്തെ കീറിമുറിക്കാൻ വിട്ടുകൊടുക്കണം. വചനം വായിക്കണം, ധ്യാനിക്കണം, ജീവിക്കുകയും വേണം. സാക്ഷ്യം പറയാൻ അല്ലെങ്കിൽ സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടവർ സാക്ഷ്യം നൽകുന്നില്ലെങ്കിൽ നാം എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? 2 തിമോത്തി 1:8 വചനം പറയുന്നു, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. 1 കൊരിന്തോസ് 9:16 വചനം പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ ദൈവവചനം പങ്കുവെക്കാതെയും ദൈവസ്നേഹം അനുഭവിക്കാതെയും ഒക്കെ ജീവിച്ചാൽ എനിക്ക് മാത്രമല്ല ദുരിതം, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ ഇടവക, എൻ്റെ സഭ മുഴുവനും ഞാൻ മൂലം ദുരിതത്തിലാവും. ഞാൻ പാപ വഴിയെ സഞ്ചരിച്ചാൽ അത് ലോകത്തിന് മുഴുവനും നാശത്തിന് കാരണമാകും. സുവിശേഷം അറിയേണ്ടവർ അറിയുന്നില്ലെങ്കിൽ അവർ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തു ആകാശത്തിന്റെയും ഭൂമിയുടെയും മധ്യേ 3 ആണികളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് രക്തം വാർന്നൊഴുകി പിടഞ്ഞു ജീവൻ വെടിഞ്ഞത് എന്റെയും നിങ്ങളുടെയും ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണെന്നും നമ്മളെ ഓരോരുത്തരെയും നിത്യരക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടിയാണെന്നും ഉള്ള സദ്വാർത്ത അറിയിക്കാൻ നാം പറ്റാവുന്ന എല്ലാ മാർഗങ്ങളും സ്വീകരിക്കണം. വിളിച്ചുകൂട്ടപ്പെട്ട ജനത്തോട് നമുക്ക് സുവിശേഷം പ്രസംഗിക്കാം. ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തോട് നമുക്ക് യേശുവിനെ പ്രഘോഷിക്കാം. തെരുവോരങ്ങളിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയോ നമുക്ക് സുവിശേഷം അറിയിക്കാം. അതിനൊന്നും പറ്റാത്തവർ നമ്മുടെ അനുദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോടും ദൈവസ്നേഹത്തെക്കുറിച്ചും യേശുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചും പങ്കുവയ്ക്കാം. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമുക്ക് സുവിശേഷ വേലയെ സഹായിക്കാം. ഒരു പുഞ്ചിരിയിലൂടെ, ഒന്ന് ചേർത്ത് നിർത്തുന്നതിലൂടെ, ഒരു ആശ്വാസ വാക്കിലൂടെ, ഒരു സാന്ത്വനത്തിലൂടെ, എന്തിനേറെ ഒരു നോട്ടത്തിലൂടെ പോലും ഒരു പുതുജീവൻ നൽകാൻ, ഒരു വ്യക്തിയെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം സുവിശേഷ വേല ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ
അറിവ്, ആരോഗ്യം, കഴിവുകള്, അതുപോലെ നമ്മുടെ സമയം, സൗഹൃദം, സമ്പത്ത് എല്ലാം നമ്മൾ ഈ സുവിശേഷ വേലയ്ക്കായി മാറ്റിവെക്കണം. ഗലാത്യ 6:6 വചനം പറയുന്നു, വചനം പഠിക്കുന്നവൻ തൻ്റെ എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് തൻ്റെ അധ്യാപകന് കൊടുക്കണം. പരിശുദ്ധാത്മാവായ ദൈവം ആരിലൂടെയാണോ നമ്മെ വചനം പഠിപ്പിച്ച് സുവിശേഷ പ്രഘോഷണത്തിന് തയ്യാറാക്കുന്നത് അവർക്ക് നൽകണം. ഒരു ഡോക്ടർക്ക് വേതനം ലഭിക്കുന്നുണ്ട്, ഒരു കൃഷിക്കാരന് വേതനം ലഭിക്കുന്നുണ്ട്, ഒരു അധ്യാപകന് വേതനം ലഭിക്കുന്നുണ്ട്. എല്ലാ തൊഴിൽ മേഖലയിലുള്ളവർക്കും വേതനം ലഭിക്കുന്നുണ്ട്. സുവിശേഷ പ്രഘോഷണം ഏറ്റവും ശ്രേഷ്ഠമായ പദവിയായിട്ടാണ് ദൈവം കാണുന്നത്. അതിനാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എത്ര നൽകിയാലും അധികമാവില്ല. ഗലാത്യ 6:8 വചനം പറയുന്നു, ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ആത്മാവിനെ നേടാൻ വേണ്ടി നാം നമ്മുടെ എല്ലാ വസ്തുക്കളുടെയും നല്ലൊരു പങ്ക് അതിനായി മാറ്റിവെക്കണം. പ്രിയമുള്ളവരെ, ഈ സുവിശേഷ പ്രഘോഷണം എന്ന പ്രക്രിയ ഈ കാലഘട്ടം കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനം പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കണ്ടോ, കർത്താവ് നിശ്ചയിക്കപ്പെട്ട സമയം വരെ, യുഗാന്തം വരെ ഈ പ്രക്രിയ തുടരേണ്ടതാണ്. അപ്പോൾ ഈ ദൗത്യം നാം ഇപ്പോൾ ഏറ്റെടുത്ത് ചെയ്താൽ മാത്രമേ അടുത്ത തലമുറയ്ക്ക് വിശ്വാസം ലഭിക്കുകയുള്ളൂ. വിശ്വാസം ലഭിച്ച് നമുക്ക് ലഭിച്ച യേശുവിലൂടെയുള്ള രക്ഷ അവരും സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഈ ഒരു മഹത്തായ രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കാൻ നാളെയാകട്ടെ എന്ന് വിചാരിക്കരുത്. സമരിയക്കാരി സ്ത്രീ യേശുവിനെ അറിഞ്ഞ അതേ നിമിഷം തന്നെ തന്റെ പഴയ ജീവിതമാകുന്ന കുടം അവിടെ വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടി. താൻ അനുഭവിച്ച യേശുവിനെ അവർക്ക് പരിചയപ്പെടുത്തി. നട്ടുച്ചയല്ലേ, വെയിലൊന്ന് ആറിക്കോട്ടെ എന്ന് വിചാരിച്ചില്ല. ഈ വെള്ളം ഒന്ന് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടാവാം എന്ന് വിചാരിച്ചില്ല. അന്ത്യയാചകൻ യേശു വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് യേശുവിന്റെ പിന്നാലെ പോയി. കാഴ്ച കിട്ടി അവൻ യേശുവിനെ അനുഗമിച്ചു. വീട്ടിൽ പോയി ഈ സന്തോഷ വാർത്തയൊന്ന് പങ്കുവച്ചിട്ടാവാം എന്ന് വിചാരിച്ചില്ല. ഇപ്പോഴാണ് നല്ല സമയം. നമ്മുടെ മക്കളുടെ പഠിപ്പും വിവാഹവും ഒക്കെ കഴിഞ്ഞ്, കൊച്ചുമക്കളുടെ വിദ്യാഭ്യാസവും കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റിലായിട്ട് സുവിശേഷ പ്രഘോഷത്തിന് ഇറങ്ങി പുറപ്പെടാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല സഹോദരങ്ങളെ, മരണം വരെ നടക്കില്ല. ഇപ്പോഴാണ് സ്വീകാര്യമായ സമയം. ഈ നമ്മുടെ നല്ല സമയവും നല്ല ആരോഗ്യവും യേശുക്രിസ്തുവിന് വേല ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുക. ഒന്ന് നിന്നു കൊടുത്താൽ മതി. ഈ ഒരു വിളിക്ക് ഒരു പ്രത്യുത്തരം നൽകി ആമേൻ പറഞ്ഞൊന്ന് നിന്നു കൊടുത്താൽ മതി. ഫിലിപ്പോസിനെ ഷണ്ടന്റെ അടുത്തേക്ക് സമ്മതിച്ചു കൊണ്ടുപോയില്ലേ, അതുപോലെ നമ്മെ അവിടുന്ന് ഒരു ഉപകരണങ്ങളാക്കി ഉപയോഗിച്ചുള്ളൂ. പരിശുദ്ധ അമ്മയുടെ സമർപ്പണം പോലെ ഒരു സമ്പൂർണ്ണ സമർപ്പണം. ഇതാ കർത്താവിന്റെ ദാസി. ആമേൻ. താങ്ക് യു വത്സമ ചേച്ചി. നമ്മളുടെ ജീവിക്കുന്നത് മൂല്യം സുവിശേഷ പ്രഘോഷണം ചെയ്യാനും നമ്മുടെ ജീവനും നമ്മുടെ ജീവൻ ഒരു മാതൃകയാകാനും സുവിശേഷം പ്രഘോഷണം ചെയ്യണം എന്നുള്ള മനസ്സിലാക്കി കൊടുത്ത്, പ്രൊക്ലമേഷനിൽ കൂടെ മനസ്സിലാക്കി കൊടുത്ത് പങ്കുവെച്ച വത്സമ ചേച്ചിക്ക് നന്ദി പറയുന്നു. ഇത് അടുത്തതായിട്ട് നമ്മൾ ടെസ്റ്റിമണി ആയിട്ട് വന്നിരിക്കുന്ന ആലിസ് ജോർജ് ക്ഷണിക്കുന്നു.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറമിയ 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, അത് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എൻ്റെ പേര് ആലിസ് ജോർജ്. ഭർത്താവും 2 ആൺമക്കളും 2 കൊച്ചുമക്കളുമുണ്ട്. ഞങ്ങൾ 2021 വരെ ബോംബെയിലായിരുന്നു. ഇപ്പോൾ തൃശൂർ അതിരൂപതയിൽ അഞ്ചേരി മരിയാപുരം ഇടവകാംഗമാണ്. ചെറുപ്പം മുതലേ നല്ല കത്തോലിക്ക വിശ്വാസത്തിലാണ് ഞങ്ങൾ 2 പേരും വളർന്നത്. എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള മലബാർ മിഷണറി ബ്രദേഴ്സിന്റെ നിത്യാരാധന ആശ്രമവും മർത്ത സിസ്റ്റേഴ്സിന്റെ കോൺവെന്റും അടുത്തുള്ളതിനാൽ അവരുടെയൊക്കെ ആത്മീയ പരിശീലനത്തിലും നിത്യാരാധന ശക്തിയിലുമാണ് ഞാൻ വളർന്നത്. എന്നാൽ എൻ്റെ വിവാഹശേഷം ബോംബെയിൽ എത്തിയതോടെ പള്ളികളുടെ ദൂരവും ഭാഷാ പ്രശ്നങ്ങളും വ്യത്യസ്തമായ ജീവിത സംസ്കാരങ്ങളും പ്രത്യേക ജോലി അന്തരീക്ഷവും കുടുംബ പ്രാരാബ്ദങ്ങളുമൊക്കെയായി എന്നിലെ ദൈവസാന്നിധ്യം ക്രമേണ കുറയുകയും ഒരു ആത്മീയ മന്ദതയിലേക്ക്, നാഗരികതയിലേക്കും സ്വാർത്ഥ ജീവിതത്തിലേക്കും ഞാൻ മാറിപ്പോകുകയും ചെയ്തു. പിന്നീട് കല്യാൺ രൂപത സ്ഥാപിതമാകുകയും നമ്മുടെ പള്ളികളും ഇടവകകളും ഒക്കെ വന്നെങ്കിലും എൻ്റെ ജീവിതം ജോലിയും മക്കളും കുടുംബവും മാത്രമായി ചുരുങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2000 ഹസ്ബൻഡിന്റെ കമ്പനി ലോക്കൗട്ട് ആയത്. ആകെ വിഷമത്തിലായി. 1-2 മാസത്തിന് ശേഷം പെട്ടെന്നൊരു ദിവസം ഞങ്ങളുടെ മൂത്ത മകന് പനിയും കാലുവേദനയും തുടങ്ങി. കാല് തളർന്ന പോലെയായി. 1 മാസമായുള്ള വിട്ടുമാറാത്ത പനിയും ഛർദിയും കാലുവേദനയുമായി ട്രീറ്റ്മെന്റും ഹോസ്പിറ്റൽ വാസവുമായി കഴിഞ്ഞു. ഒടുക്കം ഡോക്ടേഴ്സും കൈമലർത്താൻ തുടങ്ങിയതോടെ ഞങ്ങൾ തീർത്തും നിസ്സഹായരായി കണ്ണീരോടെ ഇരിക്കുമ്പോഴാണ് ഒരു വിജാതീയ സഹോദരനിലൂടെ ഞങ്ങൾ മോനെയും കൊണ്ട് അവിടെയുള്ള താബോർ ആശ്രമത്തിലെത്തിയത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്ന വചനം ജ്ഞാനം 16:12. കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്നതും ഏശയ്യ 43:1 ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ് എന്നുമുള്ള 2 വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ഇന്നും എൻ്റെ തളർച്ചയിൽ എന്നെ ശക്തിപ്പെടുത്തുന്ന 2 വചനങ്ങളാണിത്. അന്നാണ് ആദ്യമായി വചനത്തിന്റെ ശക്തി എനിക്ക് മനസ്സിലായത്. ആ വചനത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു, കർത്താവിൽ ആശ്രയിച്ചു. അതേ പ്രിയരെ, കാലിൽ സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്ന എൻ്റെ മകനെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി. ഒപ്പം 8 വർഷം പഴക്കമായി ഉണ്ടായിരുന്ന എൻ്റെ മൈഗ്രെയിൻ പ്ലസ് സൈനസിന്റെ അസഹനീയമായ തലവേദനയും കർത്താവ് എടുത്തു മാറ്റി. ഹസ്ബൻഡിന്റെ 12 വർഷം പഴക്കമുണ്ടായിരുന്ന സിവിയർ അസിഡിറ്റിയും കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി. 4 ദിവസത്തെ ധ്യാനം കൂടി നല്ല കുമ്പസാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ കർത്താവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ മക്കളായിട്ടാണ് പോയത്. സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ടുവന്ന മകനെ ഞങ്ങൾ 4 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നടത്തിയാണ് കൊണ്ടുപോയത്. 3rd ഫ്ലോറിൽ താമസിച്ചിരുന്ന ഞങ്ങൾ വീട്ടിലേക്ക് 3rd സ്റ്റെപ്പുകളിലൂടെ ചവിട്ടിക്കയറി പോകുമ്പോൾ ബിൽഡിങ്ങിലുള്ള എല്ലാവർക്കും തന്നെ ഞങ്ങളുടെ മകൻ ഒരു സാക്ഷ്യമായി മാറുകയായിരുന്നു. അന്ന് മാറി ഞങ്ങളുടെ ജീവിതം. അതേ പ്രിയരെ, ഞങ്ങൾ മറന്നെങ്കിലും ഞങ്ങളെ സ്നേഹിച്ചിരുന്ന ആ നല്ല ദൈവം ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങളെ കൈവിട്ടില്ല. അവിടുത്തെ ഈ സ്നേഹം അനുഭവിച്ചറിഞ്ഞത് മുതൽ ഇന്നുവരെ ആ ദൈവത്തെ മറന്നു ജീവിക്കാൻ ഞങ്ങൾക്കിട വന്നിട്ടില്ല. പിന്നീട് അങ്ങോട്ട് ആത്മീയതയിൽ ഞങ്ങൾ കൂടുതലായി വളർത്തുകയായിരുന്നു ദൈവം എന്ന് വേണം പറയാൻ. പലപ്പോഴും സഹനങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവസാനം ദൈവമഹത്വം കാണാൻ പല സന്ദർഭങ്ങളിലും എനിക്കിട വന്നിട്ടുണ്ട്.
സഹനങ്ങളിലൂടെ കടന്നുപോയ അവസരങ്ങളെല്ലാം ദൈവം എന്നെ ഉരുക്കി വാർക്കുകയായിരുന്നു എന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. ഒരു കാറ്റഗിസം ടീച്ചറായി 25 വർഷം ഇടവകയിൽ സേവനം ചെയ്യുന്നതിനിടെയും ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഓഫീസിലും ഞങ്ങൾ താമസിച്ചിരുന്ന ബിൽഡിങ്ങിലും ഒക്കെയായി അനേകം മക്കളെയും കുടുംബങ്ങളെയും വിജാതീയ സഹോദരങ്ങളെയും ഒക്കെ ഈശോയിലേക്ക് അടുപ്പിക്കാനും രക്ഷയുടെ പാത അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താനുമായി എനിക്ക് എൻ്റെ ഈശോ ഇടവരുത്തിയിട്ടുണ്ട്. ഈശോയെ നന്ദി. റിട്ടയർ ചെയ്ത് ബോംബെയിൽ എന്നെ ബോംബെയിൽ തന്നെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന എനിക്ക് കൊറോണ സമയത്ത് അത്ഭുതകരമായി ദൈവപരിപാലനയിൽ ദൈവം ഞങ്ങളെ നാട്ടിലെത്തിക്കുകയായും മനോഹരമായ ഒരു വീട് നൽകി വീണ്ടും മരിയാപുരത്തേക്ക് പറിച്ചു നടുകയുമായിരുന്നു. എൻ്റെ ഈശോയുടെ പദ്ധതി അതായിരുന്നു പ്രിയരെ. ഈ സമയത്താണ് ഞാൻ മിസിയോ ടീമിനെയും ആലിസ് ആന്റിയെയും പറ്റി എൻ്റെ ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തി പ്രിലിമിനറി കോഴ്സിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നത്. അങ്ങനെ മിസിയോയുടെ 9th ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തു. കുറേയേറെ ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിലും അതിലൊന്നും കാണാത്ത എന്തോ ഒരു വ്യത്യസ്തത ആ കോഴ്സിൽ എനിക്ക് അനുഭവപ്പെട്ടു. അത് കൂടുതൽ അറിയണമെന്ന ആഗ്രഹത്തോടെ കഴിഞ്ഞ ഓഗസ്റ്റിൽ റെസിഡൻഷ്യൽ കോഴ്സ് അറ്റൻഡ് ചെയ്യാനും എനിക്ക് അവസരം ലഭിച്ചു. അതെ പ്രിയരെ, ധ്യാനങ്ങളിൽ ഞാൻ കാണാത്ത കേട്ടിട്ടില്ലാത്ത 7 നിത്യസത്യങ്ങളെ കുറിച്ചറിയാനും മാമോദിസ സ്വീകരിച്ച എൻ്റെ ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം എന്ന് മനസ്സിലാക്കാനും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതലായി അറിയാനും പഠിക്കാനും ഒക്കെ സാധിച്ചത് ഈ കോഴ്സിലൂടെയായിരുന്നു. അന്ന് മുതൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ടായി മാറി. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചത് മുതൽ എൻ്റെ സ്വഭാവത്തിലും മാറ്റം വന്നു. എന്തെന്നില്ലാത്ത ആത്മധൈര്യവും സന്തോഷവും മറ്റുള്ളവരോട് ക്ഷമിക്കാനും സ്നേഹത്തോടെ അവരെ കേൾക്കാനും ഒക്കെ എനിക്കിന്ന് കഴിയുന്നു. ഈശോയെ പറ്റി പറയാൻ കിട്ടുന്ന ഒരവസരങ്ങളും ഞാൻ കളയാറില്ല. അത് സധൈര്യം അവിടെ പറയാനും ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനും എന്നെ പരിശുദ്ധാത്മാവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ബോംബെയിൽ വെച്ച് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ രോഗസൗഖ്യത്തെയും വിളിച്ചപേക്ഷിച്ചാൽ കേൾക്കുന്ന കർത്താവിന്റെ സ്നേഹത്തെയും കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെ പൂർണ്ണമായും മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു. വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ജീവിത സാക്ഷ്യത്തിലൂടെയും സുവിശേഷ പ്രഘോഷണം എൻ്റെ കടമയാണെന്ന തിരിച്ചറിവിലൂടെ. ഞാൻ ഓർത്തിരുന്നത് സുവിശേഷ പ്രഘോഷണം വൈദികരുടെയും സന്യസ്തരുടെയും ഒക്കെ ജോലി മാത്രമാണെന്നാണ്. ആലിസ് ആന്റിയിലൂടെയും മറ്റ് മിസിയോ പ്രവർത്തകരിലൂടെയും അൽമായർക്കും ഇത് ചെയ്യാനാകും എന്ന് സഭാത്മകമായി ബോധ്യം തന്ന് പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന ഈ മിസിയോ ടീമിനെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അതേ പ്രിയരെ, നമ്മുടെ സംസാരത്തിലൂടെയും പുഞ്ചിരിയിലൂടെയും കൊച്ചു കൊച്ചു സഹായങ്ങളിലൂടെയും കരുണ നിറഞ്ഞ ഒരു നോട്ടത്തിലൂടെയും സ്നേഹത്തോടെയുള്ള ഒരു തിരുത്തലിലൂടെയും ചെറിയ ഉപദേശങ്ങളിലൂടെയും പ്രോത്സാഹനങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെ സാമ്പത്തിക സഹായങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അൽമായരായ നമുക്കും ഈശോയെ കാണിച്ചു കൊടുക്കാനാകും എന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ അടുത്തുണ്ടായ ഒരു സംഭവം കൂടി ഞാൻ സാക്ഷ്യപ്പെടുത്തട്ടെ. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ എൻ്റെ ഹസ്ബൻഡിന് വിട്ടുമാറാത്ത പനിയും കാലിന്റെ മസിൽ വേദനയുമായി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ 1 മാസം ഹോസ്പിറ്റലിലായിരുന്നു. മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ടും രോഗം എന്താണെന്ന് പിടികിട്ടാതെ നിസ്സഹായതയിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഈശോ ഞങ്ങളെ കൈവിടില്ല എന്നുള്ള വലിയ പ്രത്യാശയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. മിസിയോ ടീമിന്റെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിലും എൻ്റെ സബ് ഗ്രൂപ്പിലും മറ്റു പ്രാർത്ഥനാ കൂട്ടായ്മകളിലും ഒക്കെയായി ഈ വിഷയം വെച്ച് നിരവധി പേർ പ്രാർത്ഥിച്ചിരുന്നു. അവസാന പരീക്ഷണം എന്ന നിലയിൽ ബോൺ മേരോ ടെസ്റ്റ് കൂടി ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ദിവസം രാവിലെ മുതൽ ഹസ്ബൻഡിന്റെ പനി കുറയുകയും മരുന്നുകൾ ഫലിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞു, എന്തോ വൈറസ് ആണ്. സാധാരണ ഒരു മാസമൊക്കെ ഈ വൈറസ് ബാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും
ഇന്റേണൽ ഓർഗൻസിനെ തന്നെ അത് ബാധിക്കുമായിരുന്നു. എന്നാൽ യു ആർ ലക്കി ആൻഡ് പെർഫെക്റ്റ്ലി ഹെൽത്തി. യുവർ ഗോഡ് ഈസ് ഗ്രേറ്റ്. കാരണം ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു, എന്ത് വൈറസ് ആയാലും എൻ്റെ കർത്താവിനെ, എൻ്റെ ഹസ്ബൻഡിനെ തൊട്ട് സുഖപ്പെടുത്താൻ കഴിയുമെന്ന്. അതായിരുന്നു ഡോക്ടർ അങ്ങനെ പറയാനായിട്ടുള്ള കാരണം. അങ്ങനെ അസുഖം പൂർണ്ണമായും മാറി എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ആരോഗ്യത്തോടെ സുഖമായിരിക്കുന്നു. ഈശോയെ നന്ദി. പ്രാർത്ഥനയുടെ ശക്തി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:28 പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന്. അതേ പ്രിയരെ, നാം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഈശോ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊള്ളുന്നു. അത് അവിടുത്തെ വാഗ്ദാനമാണ്. അത് അങ്ങനെ തന്നെയാകും. വിശ്വസിക്കണം, നാം വിശ്വസിക്കണം. നമുക്ക് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമാണ്. ഈ വചനങ്ങൾ ഹൃദയത്തിൽ ഏന്തിക്കൊണ്ട് സുവിശേഷം ഏകാനും സുവിശേഷമായി ജീവിക്കാനും നമുക്ക് ശ്രമിക്കാം. നന്ദിയോടെ നിർത്തുന്നു. ആമേൻ. താങ്ക് യു ആലിസ് ചേച്ചി. ദൈവം ഒരു നല്ല ചേച്ചീനെ ഒരു സാക്ഷിയാക്കാനും ചേച്ചി ആ സാക്ഷി ഞങ്ങളോടൊപ്പം പങ്കുവെക്കാനും അതോടൊപ്പം ഞങ്ങളെയൊക്കെ ഒരു സാക്ഷിയായി ജീവിക്കാനും പ്രചോദനം തന്ന ചേച്ചീന് നന്ദി. ഇതോടെ കൂടെ നമ്മുടെ ജീവിതം എല്ലാം ഒരു സുവിശേഷമായി ജീവിക്കാനും നമ്മൾ അങ്ങ് പരിശ്രമിക്കാം. ഈ വേളയിൽ നമ്മുടെ ജോയ് പിതാവ് മിസിയോ ഫാമിലിയുടെ കൂടെ കൂടിയിട്ടുണ്ട്. ജോയ് പിതാവ് എത്ര സമയങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ മിസിയോ കൂട്ടായ്മയിൽ എപ്പോഴും കൂടാനായിട്ടും സമയം കണ്ടെത്തുന്നതിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ജോയ് പിതാവിനെ ക്ഷണിക്കണം. പിതാവേ, സംസാരിക്കാൻ റെഡിയാണോ? ഹോൾഡ് ചെയ്യേ. ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ്, ഞാൻ മാറണം. എനിക്ക് ഞാൻ കേൾക്കാമോ? കേൾക്കാം. എന്റെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇപ്പൊ കേക്കാവോ? ഇപ്പൊ ക്ലിയറാ പിതാവേ, ഇപ്പൊ ക്ലിയറാ. ഞാനപ്പൊ അത് കമ്പ്യൂട്ടറിലേക്ക് മാറ്റാൻ നോക്കിയിട്ട് അത് പറ്റണില്ല, അത് എടുക്കണില്ല. ഇപ്പൊ ഞാനിപ്പോ എത്തിയുള്ളൂ. അപ്പൊ നിങ്ങളെ വീണ്ടും കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഞാനൊരു യാത്രയിൽ തന്നെയാണ്. ഈ ശനിയാഴ്ചകള് ഇവിടെ രാവിലെ എനിക്ക് പല പരിപാടികളും വരണ തിരക്ക് പിടിച്ച ദിവസമാണ് ഈ ശനിയാഴ്ച. നമ്മള് തമ്മില് ഒട്ടും കോംപ്രമൈസ് ആവാത്ത ഒരു ദിവസമാണ് ഈ ശനിയാഴ്ച എന്ന് പറഞ്ഞത്. ഇന്നാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും കൂടി വരണത്. അപ്പോ അതിന്റെ ഇടയിൽ ഞാൻ നിങ്ങളെ കേട്ടപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇവാഞ്ചലൈസേഷനെ കുറിച്ച് പറഞ്ഞ സഹോദരിയുടെ വാക്കുകള് വളരെ നല്ല രീതിയില് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വിധത്തിലാണ് ആ സഹോദരി പറഞ്ഞത്. അതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുകയാണ്. നമ്മുടെ അൽമായർ ഇത്രമാത്രം ദൈവവചനത്തെക്കുറിച്ചും സഭയുടെ ദൗത്യത്തെക്കുറിച്ചും ഇത്ര ശക്തമായിട്ട് സംസാരിക്കുന്നു എന്നറിയുന്നതില് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ അടുത്ത സഹോദരി പറഞ്ഞ സാക്ഷ്യം, അതും വളരെ നല്ല ഒരു ജീവിതാനുഭവമാണ്. അവരെ എങ്ങനെയാണ് ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്, അതുകൊണ്ടുണ്ടായ നേട്ടങ്ങളൊക്കെ അവർ വിശദീകരിച്ചു. ഇതെല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ തീർച്ചയായും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങള് നിങ്ങളുടെ മധ്യത്തില് ഉണ്ട് എന്ന് ഞാൻ ദൃഢമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഐ ക്യാൻ സീ ഹൗ ദാറ്റ് ഹോളി സ്പിരിറ്റ് ഈസ് ഗൈഡിങ് യു. നിങ്ങളെ നന്നായിട്ട് നയിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഇപ്പൊ ഈ സുവിശേഷവൽക്കരണം എന്ന് പറഞ്ഞാല് പലരും വിചാരിച്ചിരിക്കുന്നത് ഇപ്പോ കുറെ പേരെ മാംസമുക്കി പള്ളിയുടെ അംഗസംഖ്യ കൂട്ടുക എന്ന രീതിയിലാണ് ചിലരൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നത്. പലപ്പോഴും
രാഷ്ട്രീയക്കാരൊക്കെ വളരെയധികം ഇപ്പൊ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ചും നമുക്ക് ഒരുപിടി വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു മേഖല ഈ സുവിശേഷവൽക്കരണത്തിന്റെ മേഖലയാണ്. നമ്മൾ ആളുകളെ കൺവെർട്ട് ചെയ്യണു. ചില ക്രിസ്ത്യൻ സമുദായങ്ങള് പൈസ കൊടുത്ത് ആൾക്കാരെ മാറ്റണു, ചിലരെ നിർബന്ധിച്ചു മാറ്റണു. അപ്പൊ അങ്ങനെ എണ്ണം കൂട്ടുക എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു അസൂയയുണ്ട്. അല്ലെങ്കിൽ അപ്പൊ ഞങ്ങളുടെ മതത്തിന്റെ ആളുകളെയൊക്കെ ഇവര് കട്ടുകൊണ്ട് പോണു, സ്റ്റീലിംഗ് ദ ഷീപ്പ് എന്ന് പറഞ്ഞ മാതിരി മറ്റുള്ളവരെയൊക്കെ കട്ടുകൊണ്ട് പോണു എന്നൊക്കെയുള്ള ആശയങ്ങളാണ് പലരെയും ഭരിക്കുന്നത്. എന്നാൽ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്റ്റീലിങ്ങോ അല്ലെങ്കിൽ അവരെ നമ്മള് ആകർഷിച്ച് ഇങ്ങോട്ട് മാറ്റുക. അപ്പൊ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, ചിലരെയൊക്കെ ഇങ്ങനെ പൊക്കി കൊണ്ടുപോയി എന്നൊക്കെ പറയണ മാതിരി നമ്മൾ ആളുകളെ അങ്ങനെ പൊക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ളതല്ല ഇവാഞ്ചലൈസേഷൻ. അത് നമ്മുടെ ഒരു ലക്ഷ്യമായിരിക്കരുത്. കർത്താവ് പറഞ്ഞിട്ടുള്ള 2 പ്രധാന കൽപ്പനകളാണ്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. അത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് കുർബാന സ്ഥാപിച്ചു. ആ കുർബാനയുടെ ഒരു വലിയ ലക്ഷ്യം നമ്മളുടെ ഒരു വലിയ കൂട്ടായ്മയാണ്, ഒന്നിപ്പാണ്, നമ്മളുടെ സമർപ്പണമാണ്, നമ്മുടെ ത്യാഗമാണ്. അത് ദാറ്റ് കംസ് അവർ എക്സിസ്റ്റൻസ്. അത് നമ്മുടെ അസ്തിത്വം എങ്ങനെയായിരിക്കണമെന്ന് സ്ഥാപിക്കുന്നതാണ് ഈ വിശുദ്ധ കുർബാന എന്നതിലൂടെ കർത്താവ് ഉദ്ദേശിച്ചത്. ഡു ദിസ് ഇൻ മെമ്മറി എന്ന് പറഞ്ഞത്. നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞത് ഒരു ആദ്യത്തെ ഒരു കൽപ്പനയാണ്. ദറ്റ് ഈസ് എ മാൻഡേറ്റ് ഗിവൺ ബൈ ജീസസ് ടു ഹിസ് ഡിസൈപ്പിൾസ്. അത് ലോകത്തിലെ എല്ലാ യേശു ശിഷ്യരും അനുകരിക്കണം എന്നുള്ളതാണ്, തുടരണം എന്നുള്ളതാണ് യേശു ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു നിർദ്ദേശം തന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കർത്താവ് നമുക്ക് നൽകിയ ഒരു നിർദ്ദേശമാണ് അവിടുന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുൻപായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞതായ വാചകം നമ്മളെപ്പോഴും പറയുന്നതാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി ഞാൻ നിങ്ങളെ അറിയിച്ചോ മറ്റുള്ളവരെ അറിയിച്ച് പഠിപ്പിച്ച് അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ എന്നുള്ളത്. അപ്പൊ ജ്ഞാനസ്നാനം എന്നുള്ളത് അതിന്റെ ഒരു ബാഹ്യമായ അർത്ഥത്തെക്കാൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ആ മാൻഡേറ്റിന്റെ ഒരു ധർമ്മ ഈസ് നത്തിങ് ബട്ട് ദ എക്സ്പാൻഷൻ ഓഫ് ക്രിസ്ത്യൻ വാല്യൂസ് ടു ദ ഹോൾ വേൾഡ്. ഈ ലോകത്തിന് മുഴുവൻ നമുക്ക് നൽകേണ്ടതായ ഒരു വാല്യൂ ഉണ്ട്. അതൊന്നും ഈ ലോകം നിലനിൽക്കണമെങ്കിൽ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ലോകം നിലനിൽക്കുള്ളൂ. അപ്പൊ ആ വാല്യൂ സിസ്റ്റം എന്തായിരിക്കണം? ഒരു കാട്ടില് ഒരു തരം നീതിയുണ്ട്, നാട്ടില് വേറൊരു നീതിയുണ്ട്. ഓരോ കൾച്ചറിലും അതിൻ്റെതായ ഒരു നീതി വ്യവസ്ഥയുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഉപരിയായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റം ഉണ്ട്. ആ ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റത്തില് ഒരു പുതിയ ലോകത്തെ വാർത്തെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പുതിയ ഈ ലോകത്തെ മാറ്റിയെടുക്കുവാനായിട്ട് ട്രാൻസ്ഫോം ദ വേൾഡ് ടു എ ക്രിസ്ത്യൻ വാല്യൂ. അതാണ് എവാഞ്ചലൈസേഷൻ എന്നതുകൊണ്ട് അതിന്റെ വിപുലമായ അർത്ഥത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തിൽ മുഴുവൻ ഒരു ക്രിസ്ത്യൻ വാല്യൂ. അപ്പൊ നമ്മളുടെ ക്രിസ്ത്യാനികളാണ് ഈ ലോകത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളത്, എണ്ണത്തിൽ കൂടുതൽ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എവിടെയും ഒരു ക്രിസ്ത്യൻ വാല്യൂവിന്റെ കുറേയൊക്കെ ഇൻഫ്ലുവൻസ് നമുക്ക് സ്വാധീനങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ചും യൂറോപ്പ്, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ക്രിസ്ത്യൻ വാല്യൂസ് ആണ് അത് മുന്നോട്ട് നിൽക്കുന്നത്. അതെല്ലാം എങ്ങനെയാണ് വന്നത്? ഒരു കാലഘട്ടത്തില് ഏതാനും മിഷണറിമാര് അക്ഷീണം പ്രയത്നിച്ചതിന്റെ ഫലമായിട്ട് ഉയർന്നു വന്ന പള്ളികളും ദേവാലയങ്ങളും സമൂഹങ്ങളും അങ്ങനെ വളർന്നു വന്ന് അതെല്ലാം ഒരു ക്രിസ്ത്യനൈസ്ഡ് ആയി, അല്ലെങ്കിൽ ആ ക്രിസ്ത്യാനിറ്റിയുടെ ഇൻഫ്ലുവൻസ് മറ്റുള്ളവരിലേക്ക് കൂടി എത്താനിടയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയില് നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തോ ഒരു ഉദാഹരണത്തിന്, നമ്മുടെ കേരളത്തിന്റെ ഒരു ക്രിസ്ത്യാനികൾ ഇല്ലാതിരുന്നു എന്നുണ്ടെങ്കിൽ ആ കേരളത്തിന്റെ ഒരു മുഖം അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ഛായ എന്താകുമായിരുന്നു എന്നുള്ളതൊന്ന് നമ്മളൊന്ന് മനസ്സിലൊന്ന് നിരൂപിച്ചാല് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? കുറെ ഉച്ചനീചത്വങ്ങളും
കുറെ അടിച്ചമർത്തലുകളും കുറെ ചൂഷണങ്ങളും. ഇപ്പോ ചരിത്രം വായിക്കുന്നവർക്ക് മനസ്സിലാകും എന്തുമാത്രം പല രീതിയിലുള്ള അടിമത്തങ്ങളാണ് നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. അതിനേക്കാൾ ഏറെ അടിമത്തം അനുഭവിക്കുന്നുണ്ട് ഇന്ത്യ മുഴുവൻ. അപ്പോ നമ്മളുടെ മിഷണറിമാർ ഇവിടെ വന്നാലേ ക്രിസ്ത്യൻ സാന്നിധ്യം കൊണ്ട് നമ്മൾക്ക് ഒരു ജനതയുടെ മൂല്യബോധം ഉയർത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കണം പല പള്ളി പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് ഹിന്ദുസൊക്കെ എന്തുമാത്രം ഹിന്ദുസാ വരാറുള്ളത്. അവർക്ക് അത് കേൾക്കാനൊക്കെ സന്തോഷമാണ്. പക്ഷെ അവർക്ക് ഇപ്പൊ ക്രിസ്ത്യാനി ആവാനായിട്ടോ അല്ലെങ്കിൽ മാംസം കാണാനുള്ള സാഹചര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിലും ആ ക്രിസ്ത്യൻ വാല്യൂസ് നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാട്ടില് പ്രചരിപ്പിക്കുന്നതിനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനും മറ്റുള്ളവർ അത് കണ്ട് മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് അതിപ്പോ അക്കമിട്ട് എണ്ണി ഇത് ഇന്ന ഇടങ്ങളാണെന്ന് പറയാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ നമ്മളിൽ നിന്ന് ഈ ക്രിസ്ത്യൻ വാല്യൂസ് കണ്ടുപഠിച്ച ഒരുപാട് ജനത നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്, കൊച്ചു കേരളത്തിൽ തന്നെ. അപ്പോ അത് ഇന്ത്യ മുഴുവനെയും അത് സ്വാധീനിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ. അപ്പോ കാര്യം ഭാരതത്തിന്റെ ഒരു വലിയ ആർഷ സംസ്കാരം എന്നൊക്കെ ഒരു പറയുമെന്നുണ്ടെങ്കിലും അതിനൊക്കെ പരിമിതികൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു കൾച്ചറില് നമ്മുടെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വാല്യൂസ്, കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഹൗ മച്ച് വി റെസ്പെക്ട് അതേഴ്സ്, മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന പരിഗണനയാണ് ഒരു കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോ മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ പരിഗണിക്കണം എന്നുള്ളത്, ശത്രുത പാടില്ല. പക്ഷെ ഒരു കാലത്ത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്ന ഒരു സംസ്കാരമായിരുന്നു. ഒരു അടിച്ചാൽ ഉടനെ തന്നെ തിരിച്ചടിക്കുന്ന ഒരു കൾച്ചറായിരുന്നു. എന്നാല് ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത് എന്താണ്? നിന്നെ അടിച്ചാല് നീ മറുചേട് കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദർ ഇസ് എ കൾച്ചറൽ ഷിഫ്റ്റ്. നീ ഉടനെ തന്നെ തിരിച്ചടിക്കാൻ പോകരുത്. യു ഹാവ് ടു ട്രൈ ടു റെക്കൺസൈൽ വിത്ത് ദാറ്റ് പേഴ്സൺ. നിന്നോട് എതിർക്കുന്നവരെ നീ അവനായിട്ട് ഒരു റെക്കൺസിലിയേഷന് നീ ശ്രമിക്കണം എന്നുള്ള ഒരു കൾച്ചറൽ ഷിഫ്റ്റ് അവിടെ വരുത്തിയത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാഠം ജനതയെ പഠിപ്പിച്ചത് ഒരു ക്രിസ്ത്യൻ മൂല്യത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ ഇപ്പോ യഹൂദ മതത്തിന്റെ ഒരു പ്രിൻസിപ്പിള് നമ്മൾ ഇപ്പോഴും പഴയ നിയമത്തിലെ ചില ആശയങ്ങളിലാണ് അവർ തൂങ്ങിക്കിടക്കുന്നത്. അവർ വിശ്വസിക്കുന്നത് എന്താണ്? കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്, എന്നെ അടിച്ചവർ തന്നെ തിരിച്ചങ്ങോട്ട് അടിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യേശു നമുക്ക് പഠിപ്പിച്ചു തന്നതായ ഒരു മൂല്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മൂല്യം ഈ ലോകത്തിന്, ഇന്നത്തെ ലോകത്തിന്, ഈ ജനറേഷന് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ ദൈവരാജ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് നീതിയുടെ തലത്തിലാകാം, കരുണയുടെ തലത്തിലാകാം, സ്നേഹത്തിന്റെ തലത്തിലാകാം. അങ്ങനെ ഒരുപാട് എല്ലാ തലങ്ങളിലും നമ്മൾ ഇടപെടുന്ന എല്ലാ രംഗങ്ങളിലും ഈ യേശുവിന്റെ സന്ദേശം, യേശുവിന്റെ വാല്യൂസ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. പല മതങ്ങളും അത് പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു തത്വങ്ങളൊന്നും പല മതങ്ങളിലും ഇല്ല. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ ബേസിസ് എന്ന് പറയുന്നത് ഈ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ അനുവർത്തിച്ചു വരുന്ന ആ കൾച്ചറിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു കൾച്ചറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നെ പിടിക്കാൻ വന്നവരോട് ഈശോ പറയുകയാണ്, ഈശോ എന്താണ് പറഞ്ഞത്? നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ഞങ്ങൾ നസ്രായന യേശുവിനെയാണ് അന്വേഷിക്കുന്നത്. അത് ഞാൻ തന്നെയാവുന്നു, യു ക്യാൻ ടേക്ക് മീ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഈശോ ചെല്ലുന്നതിനെ മറ്റുള്ള ഒരു സംസ്കാരത്തിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ അവിടുന്ന് ഓടിപ്പോകും, അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ ബലമുള്ളവനാണെന്ന് കണ്ടെങ്കിൽ അവനെ അടിച്ചിരുത്തി അവനെയൊക്കെ പിടിച്ചു കെട്ടി അവനെയൊക്കെ ആക്രമിച്ച് കീഴടക്കുന്ന ഒരു പ്രകൃതിയാണ് സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ മാനുഷികമായിട്ട് നാച്ചുറലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം. പക്ഷെ ദർ ഇസ് എ ക്രിസ്ത്യൻ വാല്യൂ ഈശോ നമുക്ക് കാണിച്ചു തന്നു. മരണത്തോളം കീഴ്വഴങ്ങിയ അനുസരണയുള്ള ഒരു ഈശോയെയാണ് നമ്മൾക്ക് ലോകത്തിന് കൊടുക്കാനുള്ളത്. അപ്പൊ അപ്രകാരം ഒരു കൾച്ചറൽ ഷിഫ്റ്റ്, ഒരു ചേഞ്ച് വരുത്താനായിട്ട് നമ്മുടെ ജീവിതം വഴിയായിട്ടും നമ്മുടെ വാക്കുകൾ വഴിയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയായിട്ടും നമുക്ക് സാധിക്കുന്നിടത്താണ് ഈ ദൈവരാജ്യ പ്രഘോഷണം ഉണ്ടാകുന്നത്. അതിപ്പോ സ്ട്രീറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നത് മാത്രമല്ല,
അല്ലെങ്കിൽ ഇപ്പൊ പള്ളിയിലെ പ്രസംഗങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നമുക്ക് ആ ഇത് പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ ഓർക്കണു ഒരു കപ്പിൾസ്, ഒരു ദമ്പതികളുടെ ഒരു കാര്യം എൻ്റെ വളരെയധികം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു പാഠം. ആ കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 6 മാസമായപ്പോ ഒരു അപകടത്തില് ഭർത്താവ് തളർന്ന് കിടപ്പായി. സ്വാഭാവികമായിട്ടും മറ്റുള്ളവരൊക്കെ അവരെ ഉപദേശിച്ച് ആ സ്ത്രീയെ ഉപദേശിച്ചു. നീ ഇയാളുടെ കൂടെ ഇനി എങ്ങനെ ജീവിക്കാൻ പറ്റും നിനക്ക്? നിനക്ക് പോയി വേറൊരു കല്യാണം കഴിച്ചൂടെ? നീ ഇപ്പൊ ഇയാളെ ഉപേക്ഷിച്ചിട്ട് ഇദ്ദേഹത്തിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് അതിനുള്ള കഴിവില്ല. അദ്ദേഹം ഒരു ജീവച്ഛവമായിട്ട് ഇങ്ങനെ കിടക്കുള്ളൂ. യു ചൂസ് യുവർ ഓൺ വേ. പക്ഷെ ആ സ്ത്രീ പറഞ്ഞു, നോ, ഞാൻ ഒരു വിവാഹം ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മരണം വരെ ഞാൻ ഒന്നായിട്ട് തന്നെ ഈ മനുഷ്യന്റെ കൂടെ തന്നെ ജീവിക്കും. അദ്ദേഹത്തിന് ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ അദ്ദേഹം തന്നെയായിരിക്കും എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു ധീരമായ ഒരു നിലപാട്. ലോകം ചിന്തിക്കുന്നത് പോലെയല്ല, ലോകത്തിന് ചിന്തിക്കുന്നതിന് എതിരായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ക്രിസ്ത്യൻ വ്യവസ്ഥിതി. ആ വ്യവസ്ഥിതിയെ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് വളർത്താൻ കഴിയും എന്നുള്ളത് മറ്റുള്ളവരെ മനസ്സിലാക്കിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിലാണ് ഇവാഞ്ചലൈസേഷൻ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷൻ ഉണ്ട്. നമുക്ക് ഇതിങ്ങനെ പ്രസംഗിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുത്തുന്ന മാറ്റത്തിനനുസരിച്ച് ആ വ്യക്തി ഡയറക്റ്റ് ആയിട്ട് ക്രിസ്ത്യാനിയാകുന്നതാണെങ്കിൽ വളരെ നല്ലത്. ഇറ്റ്സ് ഓക്കെ, ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷൻ. അതുകൂടാതെ നമുക്കൊരു ഇൻഡയറക്റ്റ് ഇവാഞ്ചലൈസേഷൻ ഉണ്ട്. അതിൽ ഒന്നാണ് ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതം. പിന്നെ സഭ വളരുന്നതിന്റെ മറ്റൊരു കാര്യം ഇതാണ്, പോപ്പുലേഷൻ. നമ്മളുടെ പോപ്പുലേഷൻ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്താൽ അത് നമ്മുടെ സുവിശേഷവൽക്കരണത്തിന്റെയും റെസ്ട്രിക്ഷൻസ് ആണ്. അപ്പോ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മളുടെ നാട്ടില് സഭയ്ക്ക് പറ്റിയ ഒരു വലിയ അപാകത ഞാൻ മനസ്സിലാക്കുന്നത്, വി റെസ്ട്രിക്റ്റഡ് അവർ പോപ്പുലേഷൻ. നമ്മൾ പല പ്രേരണ കൊണ്ടും പ്രലോഭനങ്ങളെ കൊണ്ടും ഗവൺമെന്റിന്റെ പല സ്വാധീനങ്ങളെ കൊണ്ടും ഒക്കെ നമ്മളുടെ നാട്ടില് നമ്മുടെ ജനസംഖ്യ നമ്മൾ കുറയ്ക്കാനായിട്ട് നമ്മൾ തന്നെ പണിയെടുത്ത് നമുക്ക് തന്നെ നാശം വരുത്തി. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? ഇപ്പൊ നമ്മളുടെ എണ്ണം കുറഞ്ഞു വന്ന് ഇനി ഭാവിയിൽ നമ്മുടെ സഭ തന്നെ, ഈ ക്രിസ്ത്യാനിറ്റി തന്നെ ഇന്ത്യയിൽ ഉണ്ടാകുമോ എന്നുള്ളത് സംശയാസ്പദമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു. അത് നമുക്ക് സ്വഭാവപരമായിട്ട് ഇവാഞ്ചലൈസേഷൻ പ്രോസസ്സിൽ ഒരു വലിയ തിന്മയാണ് അങ്ങനെ വന്നത്. അപ്പൊ പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മുടെ ഇവാഞ്ചലൈസേഷനെ വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് നമ്മളുടെ ജീവിത മാതൃക വഴിയായിട്ടുണ്ടാകുന്നു. കൂടാതെ നമ്മുടെ ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷനിലൂടെ നമുക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിഞ്ഞാൽ അതും ഒരു ഇവാഞ്ചലൈസേഷന്റെ ഒരു വലിയ ഭാഗമാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസി എന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്, പ്രീച്ച് ദ ഗോസ്പൽ ആൻഡ് യൂസ് ദ വേർഡ്സ് വെനെവർ ഇറ്റ് ഈസ് നീഡഡ്. നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അപ്പൊ ഈശോയുടെ ഈ രണ്ടാമത്തെ മാൻഡേറ്റ്, ഒരു കൽപ്പന നമുക്ക് നിറവേറ്റുന്നതിൽ നമുക്ക് ജാഗരൂകരായിരിക്കണം. അത് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. നമ്മൾ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ ആൾക്കാരുടെ സംഖ്യ കൂട്ടുക എന്നുള്ളതിനേക്കാൾ ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരു ചേഞ്ച് വരുത്തുക. അതാണ് സുവിശേഷവൽക്കരണം കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്. കരുണയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ആയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ കൾച്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുക. അതിന് കിട്ടുന്ന എല്ലാ മാർഗങ്ങളും നമ്മൾ ഉപയോഗിക്കണം. ഇപ്പൊ മാധ്യമങ്ങള്, മീഡിയ വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് മീഡിയ. അപ്പൊ അതിലൂടെ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ലോകത്തെ സ്വാധീനിക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ട് അവിടെയൊക്കെ ഇത് കൊണ്ടുവന്ന് ഇടാനായിട്ട്, ഇതെല്ലാം ചെലുത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ ഈ പരിശ്രമങ്ങളെ ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇതിൽ വന്ന് പങ്കെടുക്കുന്ന എല്ലാവരും വളരെ നല്ല പ്രസന്റേഷൻസ് ആണ് ചെയ്യുന്നത്. അവർക്കെല്ലാം നന്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, ഞങ്ങളുടെ ഈ സുവിശേഷ സംരംഭത്തെ അവിടുന്ന് കാണണമേ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങേ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും ശരീരത്തെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും അവിടുന്ന് നൽകണമേ. അങ്ങയുടെ ദാനങ്ങളും വരങ്ങളും സ്വീകരിച്ചുകൊണ്ട്
അങ്ങയുടെ സുവിശേഷം ലോകത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയുമാറാകട്ടെ. ഞങ്ങളുടെ ജീവിത മാതൃക വഴിയും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴിയും ഞങ്ങൾക്ക് ഈ ലക്ഷ്യം സാധിക്കുവാൻ കർത്താവെ ഞങ്ങളോടുകൂടി ഉണ്ടാകണമേ. വളരെയധികം പേര് സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പല കാലഘട്ടങ്ങളിലെ പല കാരണങ്ങളെ കൊണ്ട് വേർപിരിഞ്ഞു പോകാൻ ഇടയായിട്ടുണ്ട്. അവരുടേതായോ അവരുടെ അല്ലാത്തതുമായ കാരണങ്ങളാൽ പിരിഞ്ഞു പോയിട്ടുള്ളവരെ കർത്താവെ അവിടുന്ന് തിരികെ കൊണ്ടുവരണമേ. ലോകം മുഴുവൻ അങ്ങയുടെ ക്രിസ്തീയമായ ഒരു സന്ദേശം എത്തിക്കുവാനും ഒരു സാംസ്കാരികമായ ഒരു വ്യതിചലനം, ഒരു വ്യത്യാസം എല്ലാ ജനതാ സമൂഹങ്ങളിലും ഉണ്ടാകുവാനും സ്നേഹവും കാരുണ്യവും ദയയും ക്ഷമയും ഇതൊക്കെ നിലനിൽക്കുന്ന നല്ലപോലെ പൂത്തു നിൽക്കുന്ന ഒരു വ്യവസ്ഥിതി, ഒരു ദൈവരാജ്യം അവിടുന്ന് ഞങ്ങളിൽ സംജാതമാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ അമ്മയായ പരിസമറിയമേ, മറിയ പിതാവെ, വാഴ്ത്തപ്പെട്ടവരെ, വിശുദ്ധാത്മാക്കളെ, മാലാഖമാരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിസമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവെ, ഒത്തിരി നന്ദിയുണ്ട്. പിതാവിന്റെ സമയം ഒക്കെ കണ്ടെത്തി ഈ മിസിയോ ഫാമിലിയിൽ എപ്പോഴും കൂടാനായിട്ട് സമയം കണ്ടെത്തുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. നല്ലൊരു മെസ്സേജും you gave a very good message about evangelization is more transformation. നമ്മുടെ ക്രിസ്ത്യൻ വാല്യൂസ് ദൈവം പറഞ്ഞു കൊടുത്ത പോലെ നമ്മുടെ ജീവിതം ഒരു വെളിച്ചമാകാനും അതിലൂടെ മറ്റവർക്കൊക്കെ ഒരു സുവിശേഷ പ്രഘോഷണമാകാനും പിതാവ് ഒരു നല്ല മെസ്സേജ് കൊടുത്തതിനും വരാൻ പറ്റിയതിനും ദൈവത്തിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു പിതാവേ. പിതാവെ, മലയാളം നന്നായി അറിയില്ലാത്ത പിതാവിന്റെ നാട്ടുകാരി തന്നെയാണ് കേട്ടോ. ഓ സോറി, ഞാൻ ആ സാക്ഷ്യം പറഞ്ഞ ചേച്ചനെ എനിക്ക് മനസ്സിലായി. തൃശ്ശൂരാണ്. ഇത് അഞ്ചേരി ദിവ്യ അമേരിക്ക എന്നുള്ള ഡോക്ടർ ദിവ്യ അമേരിക്കയിൽ നിന്നുള്ള ആളാണ്. ദിവ്യ, ഡോക്ടർ ദിവ്യ, യു ആർ ഫ്രം അമേരിക്ക? Yeah, I'm in Ohio. Oh, Ohio, in Columbus? Yes. Yeah, we live in Cleveland. Cleveland. Oh, yes. There is a small community. I used to come over there. So yes, maybe we will meet someday. Oh, sure, പിതാവ്. പിന്നെ ഞങ്ങൾ ഷിക്കാഗോയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പേരൻസ് എല്ലാം ഹ്യൂസ്റ്റണിലുണ്ട്. ഉണ്ടോ? We are very close. പിതാവിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ വളർന്നത് ചെന്നൈയിലാ. അപ്പം 11 ശിഷ്യന്മാരിലുള്ള തോമസ് ലീഗ നമ്മുടെ ഈ ഒരു ഹിന്ദു കൺട്രി ഇന്ത്യയിൽ വന്ന് പ്രഘോഷണം ചെയ്ത് ഞങ്ങളുടെ ആ പാരിഷ് മെമ്പറാ ഞാന്. തോമസ് ലീഗ അടക്കിയിരിക്കുന്ന സെന്റ് തോം കത്തീഡ്രൽ ചർച്ചിന്റെ പാരിഷ്. 6 കൊല്ലം അവിടെ ചെന്നൈയില് ജോലി ചെയ്തിട്ടുണ്ട്. ഓ ആണോ? கொஞ்சம் தமிழ் எல்லாம் பெறலாம். தெரியுமா? எந்த இடத்துல இருந்தீங்க? அந்த ஐனாவரத்துல இருந்தாச்சு. ஐனாவரம் பெரிய சர்ச் ஆச்சு. ஆமா, ரொம்ப சந்தோஷம். நாங்க மயிலாப்பூர் ഞാൻ വന്ന് കുർബാന എല്ലാം ചെയ്തിരിക്കேன். ரொம்ப സന്തോഷം. ரொம்ப സന്തോഷം. താങ്ക് യു വെരി മച്ച്. അപ്പൊ ചിക്കാഗോയില് വന്നിട്ടുണ്ടെങ്കിൽ പറയണേ. ഷുവർ പിതാവേ. ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെങ്കിലും കോൺടാക്ട് ചെയ്ത് നമുക്ക് where there is a Malayalam Kurbana place. You check for that. Yeah, sure. I am a mother of 5 children too. When you said about you can bring your children too. Yes, thank you പിതാവേ. Sure, we will. Thank you. Bye. അടുത്തതായിട്ട് നമുക്ക് പ്രൊഫസർ ലൈസാമ കോശിനെ സ്ലൈഡ് പ്രസന്റേഷനായിട്ട് നമുക്ക് ക്ഷണിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവര്, നമ്മള് വത്സമ്മയുടെ പ്രഘോഷണത്തിലൂടെയും ആലീസിന്റെ സാക്ഷ്യത്തിലൂടെയും
അത് കഴിഞ്ഞ് പിതാവിന്റെ സന്ദേശത്തിലൂടെ എല്ലാം കേൾക്കുകയായിരുന്നു. സുവിശേഷ പ്രഘോഷണത്തിന്റെ ആവശ്യകതയെപ്പറ്റി, അതിന്റെ വിവിധ വശങ്ങളെപ്പറ്റി പിതാവ് നമ്മളോട് പറഞ്ഞു. ഡയറക്റ്റ് ആയിട്ടുള്ള സുവിശേഷ പ്രഘോഷണമുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ എല്ലാം വെളിച്ചത്തില് നമുക്ക് എല്ലാവർക്കും പൂർണ്ണ ബോധ്യം വന്ന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ദൗത്യമാണ്, സഭയുടെ ഏറ്റവും വലിയ ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം എന്നുള്ളത്. വിശുദ്ധ ഗ്രന്ഥം എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് ഈ സ്ലൈഡ് പ്രസന്റേഷനിലൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. സ്നേഹമുള്ളവരെ, ഫ്രാൻസിസ് പാപ്പ വളരെ ആധികാരികമായിട്ട് ഉറപ്പിച്ച് പറയുന്നു, സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയാണ് സഭ നിലനിൽക്കുന്നത്. നമുക്കറിയാം, യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ കൽപ്പനയും ഇത് തന്നെയാണ്. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ്, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും, സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് നമ്മൾ വായിക്കുന്ന വചനമാണ്. ഈശോയുടെ മരണത്തിന് മുമ്പ് തന്നെ ഈ ശിഷ്യന്മാർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ശിഷ്യന്മാർക്ക് ഈശോ കൊടുത്തു കഴിഞ്ഞു. അവിടെ പറയുകയാണ്, ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അതെ, ഈശോയുടെ ജീവിതം മുഴുവൻ സുവിശേഷമായിരുന്നു. ഈശോ സുവിശേഷമായി ജീവിച്ച് ആ സുവിശേഷം ശിഷ്യന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ആ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്, യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത് പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്നാണ്. ആ ഒരു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക കൂട്ടായ്മയിൽ നിന്ന് അയക്കപ്പെട്ട ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് സുവിശേഷം പ്രഘോഷിച്ച് മറ്റുള്ളവരെ സുവിശേഷവൽക്കരണത്തിലേക്ക് വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരെയും അതിനായിട്ട് ക്ഷണിക്കുകയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓരോ പാപ്പാമാരും അവരുടെ അപ്പസ്തോലിക ആഹ്വാനത്തിലൂടെയും ചാക്രിക ലേഖനത്തിലൂടെയും ഒക്കെ വളരെ വ്യക്തമാക്കി തരികയാണ്. ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ച ഏറ്റവും മൗലികമായ സത്യത്തിൽ നിന്ന്, അതായത് സൃഷ്ടാവിനോടും പരിശുദ്ധാത്മാവിൽ ക്രിസ്തു സാധിച്ച രക്ഷയോടുമുള്ള ബന്ധത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട സമൂഹം ജീവന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് വഴിതെറ്റി അകന്നകന്നു പോവുകയുള്ളൂ എന്ന് രക്ഷകന്റെ മിഷനില് ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് പരിശുദ്ധാത്മാവിനോടുള്ള ഐക്യത്തില് സൃഷ്ടാവിനോട് ചേർന്ന് യേശു നമുക്ക് സാധിച്ചു തന്ന രക്ഷയെ പ്രഘോഷിച്ചില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ യഥാർത്ഥ സ്നേഹത്തിന്റെ സന്തോഷത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുന്നു. അങ്ങനെ ഒരു ക്രൈസ്തവ ജീവിതം ജീവിക്കണമെങ്കിൽ ഈ കൂട്ടായ്മ അനിവാര്യമാണെന്നുള്ളത് പാപ്പ അവിടെ പറഞ്ഞു വെക്കുകയാണ്. മറ്റു തരത്തിൽ പറഞ്ഞാല് മാനസാന്തരത്തിലേക്കും വരപ്രസാദത്തിലേക്കും ജ്ഞാനത്തിലേക്കുമുള്ള ഒരു വിളി എന്ന നിലയിലുള്ള നവീന സുവിശേഷവൽക്കരണമാണ് കൂടുതൽ നല്ല ലോകത്തിനും കൂടുതൽ പ്രകാശപൂർണമായ ഭാവിക്കും അനിവാര്യമെന്ന് പാപ്പ അതില് തുടർന്ന് പറയുകയാണ്. അതേ സ്നേഹമുള്ളവരെ, സുവിശേഷവൽക്കരണം, സുവിശേഷം പ്രഘോഷിക്കുക, തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ എല്ലാം സുവിശേഷമായി തീർന്നുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള ദൗത്യം യേശു തമ്പുരാൻ നമ്മളെ എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. അപ്പം ഏറ്റവും ആദ്യമായി അയക്കപ്പെട്ട ആള്, അതായത് സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ അയക്കപ്പെടണം. അങ്ങനെ അയക്കപ്പെട്ട ആദ്യത്തെ പ്രേക്ഷിതനാണ് ക്രിസ്തു, യേശു ക്രിസ്തു. അത് യേശു ക്രിസ്തു തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള പ്രേക്ഷിതൻ. അപ്പൊ യേശു ആ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് ഈ ഭൂമിയില് മനുഷ്യനായി അവതരിച്ച് ആ തൻ്റെ ജീവിതത്തില്
ശിഷ്യന്മാരെ എന്നുള്ള ഒരു ശിഷ്യഗണത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് അവർക്കെല്ലാം ആ സ്നേഹത്തിന്റെ, കരുണയുടെ, ആർദ്രതയുടെ സുവിശേഷം പകർന്നു കൊടുക്കുകയും അവരോടെല്ലാം ആഹ്വാനം ചെയ്ത് സുവിശേഷ പ്രഘോഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതിന്റെ ആവശ്യകതയെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ സുവിശേഷമായിക്കൊണ്ട് സുവിശേഷം ഏകിയ ക്രിസ്തു നമ്മളോട് എല്ലാവരോടും തുടർന്ന് പറയുന്നത് ഇത് തന്നെയാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുകയും. യേശുവിനെ പിതാവ് ഏൽപ്പിച്ച ഈ ദൗത്യം ലോകമെങ്ങും എല്ലാവരെയും പിതാവിന്റെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അതെ, സുവിശേഷവൽക്കരണം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് സകല മനുഷ്യകുലത്തെയും ആനയിക്കുക. അപ്പൊ യേശുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവന് രോഗസൗഖ്യം നൽകി, അല്ലെങ്കിൽ കുരുടന് കുരുടർക്കും ഒക്കെ അവർക്ക് കുരുടന് കാഴ്ച നൽകി, അന്ധന് കാഴ്ച നൽകി, കുരുടന് കേൾവി കൊടുത്തു, തളർവാദ രോഗിയെ സുഖപ്പെടുത്തി. അങ്ങനെ യേശുവിന്റെ പ്രവർത്തനങ്ങള്. അതുപോലെ യേശു ഈ ഭൂമിയിലേക്ക് വന്ന മനുഷ്യനായിട്ട് അവതരിക്കുകയാണ് ചെയ്തത്. കാരണം മനുഷ്യരോട് സംസാരിക്കാനായിട്ട് മനുഷ്യന്റെ ഭാഷയിൽ സംസാരിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അപ്പൊ ദൈവവുമായിട്ടുള്ള ആ പാപം വഴി ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യകുലത്തെ രക്ഷിക്കാനായിട്ട് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചുകൊണ്ട് ഒരു മനുഷ്യ വ്യക്തി എന്നുള്ള നിലയിൽ യേശു തന്റെ എല്ലാ പ്രവർത്തികളിലും ആ ഒരു മനുഷ്യ ഹൃദയത്തിന്റെ വേദനകൾ അറിഞ്ഞുകൊണ്ട് അതിനെ സുഖപ്പെടുത്തിക്കൊണ്ട് സൗഖ്യം നൽകിക്കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്, അതുപോലെ തന്റെ പ്രാർത്ഥനയില് ഉടനീളം, ഇപ്പൊ നമുക്കറിയാം മലയിലെ പ്രസംഗത്തിലൊക്കെ ഈശോ പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവരെ ഭാഗ്യവാന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ സുവിശേഷം യേശുവിന്റെ പടങ്ങളിലൂടെ എല്ലാം വ്യക്തമാക്കി അങ്ങനെ ഒരു സ്നേഹ സമൂഹത്തെ വാർത്തെടുക്കുകയാണ് യേശു തന്റെ ജീവിതം മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ സ്നേഹ സമൂഹത്തിന്റെ തുടർന്നുള്ള ജീവിതത്തിന് അനിവാര്യമാണ് ഈ സുവിശേഷവൽക്കരണം എന്നുള്ളത് യേശു വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തി തരികയാണ് നമ്മളെ ഓരോരുത്തരെയും. അപ്പൊ അങ്ങനെ ആദ്യ പ്രേക്ഷിതനായ ഈശോ, നമുക്കറിയാം യേശുവിന്റെ ജ്ഞാനസ്നാനം കഴിഞ്ഞ് 40 ദിവസം മരുഭൂമിയില് ഉപവസിച്ച് പരിശുദ്ധാത്മാവ് നിറവില് ഗലീലയിലേക്ക് തിരിച്ചു വന്നു. അവിടുന്ന് സിനഗോഗിൽ കയറി യെശയ്യായുടെ പുസ്തകം എടുത്ത് വായിച്ചിട്ട് അപ്പൊ കിട്ടിയ വചനം ഇതാണ്: കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനും ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാനുമാണ് അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ പുസ്തകം അടച്ചു വെച്ച് ഈശോ ഇരുന്നിട്ട് പറയുകയാണ്: ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ ഈ തിരുവെഴുത്ത് നിവൃത്തിയായി. അങ്ങനെ യേശു തന്റെ ദൗത്യം ആരംഭിച്ച് തന്റെ പ്രസംഗത്തിലൂടെയും രോഗികൾക്ക് സൗഖ്യം നൽകിക്കൊണ്ടും പിശാചിനെ പുറത്താക്കിക്കൊണ്ടും ഒക്കെ ഈശോയുടെ പ്രവർത്തനം തുടരുമ്പോഴത്തേക്ക് കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാർ പറയാണ്, അവിടെ തുടർന്ന് അവരുടെ കൂടെ താമസിക്കാനായിട്ട് ജനം ആവശ്യപ്പെട്ടപ്പോൾ ഈശോ അവരോട് പറയാണ്, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ആ സ്വന്തം ഭവനത്തിൽ മാത്രം പോരാ, ലോകമെങ്ങും പോയി എല്ലാവരെയും ആ സ്നേഹ സുവിശേഷം അറിയിക്കേണ്ടതാണെന്നുള്ളത് ഈശോ അവിടെ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അങ്ങനെ യേശുവിനെ കണ്ടുമുട്ടിയവരെല്ലാം പ്രേക്ഷിതരായി മാറുന്നു. കാരണം സ്നേഹം ഒഴുകുമ്പോഴത്തേക്ക് അത് ഹൃദയത്തിൽ നിറയെ സ്വീകരിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഒഴുക്കാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയാണ് യോഹന്നാന്റെ ശിഷ്യനായിരുന്ന അന്ത്രയോസ് യോഹന്നാന്റെ മുമ്പിൽ വന്നപ്പോഴത്തേക്ക് യോഹന്നാൻ പറയുന്നുണ്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അങ്ങനെ യേശുവിനെ പരിചയപ്പെടുത്തിയപ്പോഴത്തേക്ക് അന്ത്രയോസ് യേശുവിന്റെ കൂടെ പോവുകയാണ്. യേശുവിന്റെ കൂടെ പോയി അവിടെ താമസിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് സഹോദരൻ ശിമോനോട് പറയാണ്, ഞാൻ യേശുവിനെ കണ്ടു. അങ്ങനെ യേശുവിന്
കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ അവനെ പറ്റി പറയാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ യേശു ഫിലിപ്പോസിനെ വിളിക്കുന്നുണ്ട്. യേശു ഫിലിപ്പോസിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫിലിപ്പോസ് നത്താനിയേലിനോട് പറയുകയാണ്, ഞാൻ യേശുവിനെ കണ്ടു, നീ വന്ന് കാണ്. അപ്പൊ അങ്ങനെ യേശുവിനെ കൂട്ടിക്കൊണ്ട് നത്താനിയേൽ, നമുക്കറിയാം നത്താനിയേലിനെ കൂട്ടിക്കൊണ്ട് ഫിലിപ്പോസ് യേശുവിന്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇതാ നിഷ്കപടനായ ഇസ്രായേൽക്കാരെന്ന് യേശു പറയുമ്പോൾ ഫിലിപ്പോസ് നത്താനിയേൽ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ എന്നെ അറിഞ്ഞു എന്ന്. അപ്പം യേശുവിടെ മറുപടി പറയുന്നത് നമുക്കറിയാം, അത്തിമരത്തിന്റെ ചുവട്ടിൽ വെച്ച് നിന്നെ ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു എന്ന്. അതെ സ്നേഹമുള്ളവരെ, യേശു നമ്മളെ ഓരോരുത്തരെയും അറിയുന്നുണ്ട്. നമ്മൾ അറിഞ്ഞ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ആ തീഷ്ണതയാണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. വീണ്ടും സമരിയക്കാരി സ്ത്രീയിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, സമരിയക്കാരി സ്ത്രീ ആ സമൂഹത്തിലെ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥയെ കഴിഞ്ഞിരുന്ന വ്യക്തിയാണ്. അവള് ആ ഉച്ച സമയത്ത് അവിടെ വെള്ളം കോരാനായിട്ട് വരുന്നത് തന്നെ മറ്റുള്ളവരാരും കാണാണ്ട് ആരുമില്ലാത്ത സമയത്ത് അവിടെ വന്ന് വെള്ളം കോരിക്കൊണ്ട് പോകാനായിട്ടാണ്. അവിടെ വെച്ച് അവൾ ഈശോയെ കണ്ടുമുട്ടുന്നു. ഈശോ അവളുടെ ജീവിതത്തില് അവൾ ചെയ്ത കാര്യങ്ങളെ പറ്റി അവളോട് പങ്കുവെക്കുമ്പോഴത്തേക്ക് അവൾക്ക് മനസ്സിലായി ഇത് യേശുവാണ്, കർത്താവാണ് എന്നുള്ള തിരിച്ചറിവ് അവൾക്ക് വന്നപ്പോൾ അവളുടെ വെള്ളം കോരാനായിട്ട് കൊണ്ടുവന്ന ആ കുടം അവിടെ വെച്ചിട്ട് ഓടുകയാണ് പട്ടണത്തിലേക്ക്. ഇതാ എന്റെ ജീവിതത്തില് ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ വന്ന് കാണുവിൻ. അങ്ങനെ ആ നഗരത്തെ മുഴുവനും യേശുവിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് അവർ വന്ന് യേശുവിനെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ സ്നേഹം എന്താണെന്നുള്ളത്. അപ്പോൾ അവർ പിന്നെ ആ സ്ത്രീയോട് പറയുകയാണ്, ഇനിയിപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നത് നീ പറഞ്ഞിട്ടല്ല, ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചതുകൊണ്ടാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിച്ച യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ സ്നേഹം അനുഭവിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അങ്ങനെ ആ സ്നേഹം അനുഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് പങ്കുവെക്കാതിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് ശിഷ്യന്മാരുടെ അനുഭവം. ശിഷ്യന്മാരെ പ്രഘോഷിക്കാനായിട്ട് ദൈവരാജ്യത്തെ പറ്റി യേശു പരിശീലിപ്പിച്ചു. കൂടെ നടന്ന് പഠിപ്പിച്ച് പടിപടിയായി അവരുടെ സ്വഭാവ രൂപീകരണം നടത്തിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശിഷ്യന്മാരെ ചെറിയ വഴക്കുകളൊക്കെ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ. ആരാണ് വലിയവൻ ആരാണ് ചെറിയവൻ എന്നുള്ള മത്സരം അവരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ യേശു ചെയ്തത് അവരെയൊക്കെ വളരെ സ്നേഹത്തോടെ വേണ്ട കറക്ഷൻസ് നടത്തിക്കൊണ്ട് അവരുടെ സ്വഭാവം പടിപടിയായി രൂപീകരിച്ചു കൊണ്ട് നല്ലൊരു സമൂഹത്തെ അവിടുന്ന് രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു ഈ ഒരു മിഷന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ യേശുവിന്റെ ശിഷ്യന്മാര് അവര് ആദിമ സഭയില് അവരുടെ പ്രവർത്തനം തുടർന്നുകൊണ്ട് വലിയൊരു മിഷണറി സമൂഹത്തെ രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. നമുക്കറിയാം പന്തക്കോസ്താ ദിനത്തില് ഈ പരിശുദ്ധാത്മ നിറവില് ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കാതിരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. പത്രോസും യോഹന്നാനും ഒക്കെ ശക്തമായ ഭാഷയിൽ പറയുവാണ്, നിങ്ങൾ കുരിശ് തറച്ചു കൊന്ന യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി. അതെ, ആ സാക്ഷ്യം കേട്ടപ്പോഴേ അന്ന് തന്നെ 3000 പേരാണ് സഭയോട് ചേർന്നത്. അപ്പം സത്യം എന്താണ്? സത്യമായിട്ടുള്ള യേശുക്രിസ്തുവിനെ അറിയുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ഓരോ വ്യക്തികൾക്കുണ്ടാകുന്ന ആ തീഷ്ണതയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ യേശുവിനാൽ അയക്കപ്പെട്ട ഒരു സമൂഹം, ആ ശിഷ്യഗണം, അവര് യേശു നൽകിയ ദൗത്യം നിർവഹിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം യോഹന്നാനും പത്രോസും എല്ലാവരും ആത്മനിറവോടെയാണ് സുവിശേഷം പ്രഘോഷിച്ചത്. അപ്പൊ ഈ ആത്മനിറവോടെ അവർ എല്ലാ ലോകത്തിന്റെ അതിർത്തികൾ വരെയും സുവിശേഷം പ്രഘോഷിക്കാനായിട്ടുള്ള തീഷ്ണതയോടെ പുറപ്പെടുകയാണ് ചെയ്യുന്നത്. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് യേശു ഇതുപോലെ ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നുകൊണ്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങള് ജെറുസലം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുക. കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ മുഖ്യധാരകൻ. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ
ഒരു വ്യക്തിക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തുടർന്നുള്ള വചനത്തിൽ നമുക്ക് മനസ്സിലാകും. യേശു അവരോട് പറയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും എനിക്ക് നിങ്ങൾ സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഈ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാ നിറവില് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നത് ആദ്യം നമ്മോട് തന്നെയാണ്. കാരണം നമ്മൾ സുവിശേഷം ആയിത്തീരാണ്ട് നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ എന്നിലുള്ള ആ പാപക്കറകളെല്ലാം മാറി ഞാൻ എൻ്റെ യേശുവിനെ അറിഞ്ഞ് ആ സ്നേഹത്തിലാവുമ്പോഴത്തേക്കും എൻ്റെ കുടുംബത്തില് എൻ്റെ മക്കളോടും എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ മാതാപിതാക്കളോടും അത് കഴിഞ്ഞ് എൻ്റെ ബന്ധുക്കളോടും, അതായത് യൂദയ എന്ന് പറഞ്ഞാല് ബന്ധുക്കളുടെ നിരയാണ് കാണിക്കുന്നത്. അപ്പൊ എൻ്റെ കുടുംബവും എൻ്റെ ഇടവകയും കഴിഞ്ഞാൽ എൻ്റെ ബന്ധുക്കളിലേക്കും ഈ സുവിശേഷം എത്തണം. അത് കഴിഞ്ഞിട്ടാണ് സമറിയയിൽ, അതായത് സമറിയ എന്ന് പറയുന്ന ജാതിയരെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ പടിപടിയായി അവനവനിൽ തുടങ്ങി അവരുടെ ബന്ധുക്കളിലേക്കും ചാർച്ചക്കാരിലേക്കും ലോകം മുഴുവനിലേക്കും പോയി സുവിശേഷം പ്രഘോഷിക്കാനായിട്ടുള്ള വലിയ ദൗത്യം നമ്മളെ ഓരോരുത്തരെയും തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുകയാണെന്നുള്ളത് ഈ വചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഈ സുവിശേഷം പ്രഘോഷിക്കേണ്ട നമ്മളുടെ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു ജോലിയല്ല. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ വചനത്തില് ഈശോ പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവ് എങ്ങനെയാണ് ഈശോയെ അയച്ചത്? ആ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്നാണ്. അപ്പൊ കൂട്ടായ്മയില് പരിശുദ്ധാത്മ നിറവില് രൂപം കൊണ്ട ആ കൂട്ടായ്മ എന്ന്, അതായത് സഭയിലായിരുന്നു കൊണ്ട് സഭയുടെ സഭയ നേതൃത്വത്തിന്റെ അനുവാദത്തോടെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയിൽ വേണം നമ്മൾ സുവിശേഷം പ്രഘോഷിക്കാൻ എന്നുള്ളത് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സുവിശേഷം ജീവിച്ചുകൊണ്ട് സുവിശേഷം പങ്കുവയ്ക്കാനായിട്ട് യോഹന്നാന്റെ സുവിശേഷം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇപ്പൊ നമുക്കറിയാം, യേശുവിന്റെ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതാണ്. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയിട്ട് അവരോട് യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അപ്പൊ ഈ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെ എല്ലാം നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കരുതിക്കൊണ്ട് എല്ലാവരോടും സ്നേഹമായിക്കൊണ്ട് അങ്ങനെ സുവിശേഷം നമ്മൾ ജീവിച്ചുകൊണ്ട് വേണം സുവിശേഷം പങ്കുവെക്കാൻ എന്നുള്ളതാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സുവിശേഷമാകാണ്ട് ഒരാൾക്ക് സുവിശേഷം ഏകാൻ സാധിക്കുകയില്ല. അപ്പം കാർഡിനൽ സ്റ്റുഡൻസ് പറയേണ്ടത്, യു മേ ബി ദ ഓൺലി ഗോസ്പൽ വിച്ച് സമൺ വിൽ എവർ റീഡ്. അതായത് നിങ്ങളായിരിക്കാം ഒരു പക്ഷേ മറ്റുള്ളവർ വായിക്കുന്ന ഏക സുവിശേഷം. അപ്പൊ നമ്മുടെ പ്രവർത്തികളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ തലോടലിലൂടെ, രോഗികളോട് കാണിക്കുന്ന കാരുണ്യത്തിലൂടെ, പാവപ്പെട്ടവരോട് കാണിക്കുന്ന അനുകമ്പയിലൂടെ എല്ലാം നമ്മൾ സുവിശേഷം പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. യേശുവിനെ പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, സഭയാകുന്ന കൂട്ടായ്മയിൽ നമ്മൾ അംഗമാകുമ്പോൾ ആ അംഗമാകുന്നത് മാമോദീസ വഴിയാണ്. അപ്പൊ മാമോദീസയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സുവിശേഷം ജീവിക്കാനും പ്രഘോഷിക്കാനുമായിട്ടുള്ള വലിയ ഉത്തരവാദിത്തമാണ് ലഭിക്കുന്നത്. മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിക്കും ഈ ഒരു കടമയിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു വയ്ക്കാൻ സാധിക്കയില്ല. എനിക്ക് പഠിപ്പില്ല, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം അനുവദിക്കുന്നില്ല, എനിക്ക് അതിനുള്ള സാമ്പത്തികമില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് വേറെ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാവുന്ന ഒരു കാര്യമല്ല. നമ്മൾ മാമോദീസ സ്വീകരിച്ച ദിവസം മുതൽ ഈ ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം നിറവേറ്റാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള കടമ നമുക്കുണ്ട്. വീണ്ടും ഈ കടമ നിർവഹിക്കാനായിട്ട് നമ്മളെ അഭിഷേകം ചെയ്യുകയാണ് സ്ഥൈര്യലേപനത്തിലൂടെ. അങ്ങനെ തൈലാഭിഷേകത്തിലൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള വലിയ കൃപയാണ് നമുക്ക് ലഭിക്കുന്നത്.
അപ്പൊ ഈ കൃപ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള വലിയൊരു ബോധ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. സ്നേഹമുള്ളവരെ, ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ആലിസൊക്കെ പറഞ്ഞതുപോലെ തന്നെ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, ഞാൻ ഇത്രയും കാലം എനിക്ക് വേണ്ടിയേ ജീവിച്ചിട്ടുള്ളൂ, ഈശോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മിസ്സിയ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തത്. മിസ്സിയ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തപ്പോഴാണ് സത്യത്തില് എനിക്ക് വല്ലാണ്ടുള്ള എന്താ പറയാ, ഇതുവരെ ഞാൻ ചെയ്യാണ്ടിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഏക ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ് എന്നുള്ള ബോധ്യം എനിക്ക് നൽകിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒത്തിരി നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന ഉത്തരവാദിത്വം എന്താണെന്നുള്ള തിരിച്ചറിയാനായിട്ട് വൈകിപ്പോയി എന്നുള്ള ഒരു വിഷമമാണ് എനിക്കുള്ളത്. അപ്പം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനം പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതേ പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളെ ഓരോരുത്തരെയും പേര് വിളിച്ച് തിരഞ്ഞെടുത്താണ്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു ചേരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈശോ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത്, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഫലം പുറപ്പെടുവിക്കുന്ന ക്രൈസ്തവനാകണം, ആഘോഷമായിട്ട് ക്രിസ്തീയ ജീവിതം ജീവിക്കുന്ന വ്യക്തികളായി തീരണം എന്ന് വചനം നമ്മളെ സാക്ഷികളോട് പറഞ്ഞു തരികയാണ്. സുവിശേഷത്തിന്റെ ആനന്ദത്തില് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു തരികയാണ്, ദൈവജനത്തിലെ എല്ലാ അംഗങ്ങളും മാമോദീസയുടെ ശക്തിയാൽ പ്രേക്ഷിത ശിഷ്യരായി തീർന്നിട്ടുണ്ട്. മാമോദീസ സ്വീകരിച്ചവരെല്ലാം സഭയിൽ അവർക്കുള്ള സ്ഥാനമോ അവർക്ക് ലഭിച്ച വിശ്വാസ പരിശീലനത്തിന്റെ അളവോ എന്തായിരുന്നാലും സുവിശേഷവൽക്കരണ പ്രവർത്തകരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ എല്ലാവരുടെയും മാമോദിസ സ്വീകരിച്ച സഭയിൽ അംഗമായിട്ടുള്ള എല്ലാവരുടെയും ദൗത്യമാണ്, കടമയാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. ആദിമസഭയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാല് നമുക്ക് കാണാൻ സാധിക്കും, സ്തെഫാനോസ് വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അപ്പസ്തോലന്മാരൊഴികെ ബാക്കി ശിഷ്യഗണങ്ങളെല്ലാം ചിതറിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവരൊരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. സാബൂള്, അതായത് പൗലോസ്ലീഹ എന്ന വ്യക്തിയാകുന്നതിന് മുമ്പേ സാബൂൾ ക്രൂരമായിട്ട് സഭയെ പീഡിപ്പിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ ആ സാബൂളിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൊണ്ട് ഈ ശിഷ്യഗണം മുഴുവൻ ചിതറിച്ച് ഓരോ സ്ഥലങ്ങളിൽ എത്തുകയാണ്. അങ്ങനെ ചിതറിക്കപ്പെട്ട് ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന് അവരവിടെ അടങ്ങിയിരുന്നില്ല. അവർ കൂടുതൽ ശക്തിയോടെ തങ്ങൾ അനുഭവിച്ച യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ആത്മനിറവോടെ വചനം പ്രസംഗിച്ചു. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് സഭ അവിടെ വളരുകയാണ് ചെയ്യുന്നത്. പൗലോസ്ലീഹയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പൗലോസ്ലീഹ വളരെ തീഷ്ണതയോടെ താൻ വിശ്വസിച്ച സത്യത്തിൽ യഹൂദ മതത്തിന്റെ വലിയൊരു നേതാവായിരുന്നു. അപ്പൊ ആ ഒരു ബോധ്യത്തില് ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സഭയെ ശിഷ്യന്മാരെയും അങ്ങേയറ്റം പീഡിപ്പിച്ചിരുന്ന വ്യക്തി, ഡമാസ്കസിലുള്ള സഭയെ പീഡിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ള ഓർഡറുമായിട്ട് ഡമാസ്കസിലേക്ക് പോവാൻ എന്ന സമയത്താണ് ആ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. അവന് മധ്യാഹ്നത്തിലെ കണ്ണ് കാണാമേലാണ്ട് തറയിൽ വീഴുകയും ആ സമയം എൻ്റെ കർത്താവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുന്ന് തുടങ്ങിയ ആ സുവിശേഷ പ്രഘോഷണം തൻ്റെ ജീവിതാവസാനം വരെ വളരെ ശക്തമായ രീതിയിൽ ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് റോമാലേഖനം 15:19 പൗലോസ്ലീഹ പറയാണ്, ഞാൻ ജെറുസലം തുടങ്ങി ഇല്ലീറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം പൂർത്തിയാക്കി. അതേ സ്നേഹമുള്ളവരെ, ആ പഴയ രീതിയിൽ ജീവിച്ച ആ ജീവിതത്തിന് പരിഹാരം ആയിട്ട് പൗലോസ്ലീഹ ചെയ്തത് ബാക്കി ശിഷ്ടകാലം മുഴുവൻ
യേശുവിനായി ജീവിച്ചുകൊണ്ട് യേശുവിന്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അതും തികഞ്ഞ ബോധ്യത്തോടെ, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നപ്പോഴും ധൈര്യത്തോടെ, വളരെ സ്നേഹത്തോടെ, സഭയിലായിരുന്നു കൊണ്ട് സഭാ നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് തന്റെ ദൗത്യം പൂർത്തിയാക്കി. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രചോദനം നൽകുന്ന രീതിയിലാണ് പൗലോസ്ലീഹയുടെ ആ തീഷ്ണത. റോമാലേഖനം 8:35 നമുക്ക് കാണാൻ സാധിക്കും. പൗലോസ്ലീഹ പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും യേശുവിനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വരുത്താൻ അനുവദിക്കില്ല. ക്രിസ്തുവിന്റെ സ്നേഹം എനിക്ക് എല്ലാറ്റിലും ഉപരിയാണ് എന്ന് പൗലോസ്ലീഹ വളരെ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും അത് പറയാൻ സാധിക്കണം. എന്റെ ഈശോയെ പ്രതി എന്റെ ജീവിതത്തിലെ എന്ത് സഹനങ്ങളും സ്നേഹത്തോടെ സഹിക്കാനായിട്ട്, എന്റെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും സ്നേഹത്തോടെ സഹിക്കുവാനായിട്ട്, എന്റെ ഈശോ എനിക്ക് നൽകുന്ന എന്തും ഈശോയുടെ സ്നേഹത്തെ പ്രതി മാത്രമാണെന്നും അത് എന്റെ നന്മയ്ക്കാണെന്നുള്ള തിരിച്ചറിവിലൂടെ സന്തോഷത്തോടെ ഈശോയെ മറ്റുള്ളവർക്ക് ഏത് സാഹചര്യത്തിലും പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷ പ്രഘോഷണം. അപ്പൊ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഒരു സുവിശേഷാത്മക സമൂഹത്തെ രൂപപ്പെടുത്തുന്നു. ഒരു കൂട്ടായ്മയിലാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. അപ്പം പ്രാർത്ഥനയുടെയും സാഹോദര്യത്തിന്റെയും കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുവിശേഷം ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ഓരോ വചനവും നമ്മളെ കീറി മുറിക്കണം. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചു, വചനം നമ്മുടെ ഹൃദയത്തിൽ തട്ടണം, വചനം നമ്മളെ കീറി മുറിക്കണം. അങ്ങനെ ഞാൻ സുവിശേഷമായിക്കൊണ്ട്, സുവിശേഷം ജീവിച്ചുകൊണ്ട് ഞാൻ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അതിന് കേൾവിക്കാരുടെ മേൽ അവർക്ക് അത് സ്വീകാര്യത ഉണ്ടാകും. അവർക്ക് ആ യേശുവിന്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കും. ഞാൻ ജീവിക്കാതെ സുവിശേഷം ജീവിക്കാതെ ഞാൻ പ്രഘോഷിച്ചാൽ അതിന് യാതൊരു പ്രയോജനം ഉണ്ടാകില്ല. വെറും വാഗൊണ്ടുള്ള വ്യർത്ഥമായിട്ടുള്ള വ്യായാമം മാത്രമായി പോകും. ഇനിയും അതുകൊണ്ട് ഞാൻ പ്രഘോഷിക്കാതിരുന്നാലോ വീണ്ടും അത് അതിനേക്കാൾ ദുരിതമാണ്. അപ്പോൾ സുവിശേഷം ജീവിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണെന്നും, പ്രഘോഷിക്കാതിരുന്നാൽ നമുക്ക് ദുരിതം, നമ്മുടെ കുടുംബത്തിന് ദുരിതം, സഭയ്ക്ക് ദുരിതം, സമൂഹത്തിന് ദുരിതം. അതുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുക, ജീവിക്കുക. 1 കൊരിന്ത്യൻസ് 9:16 പൗലോസ്ലീഹ പറയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. ഞാൻ ഏതോ വലിയ കാര്യം ചെയ്തതായിട്ട് ആരും വിചാരിക്കണ്ട. ഞാൻ സുവിശേഷം പ്രസംഗിക്കെങ്കിൽ അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിറവേറ്റിയേ പറ്റുള്ളൂ. എൻ്റെ അപ്പനെ, മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള കടമ എനിക്കുണ്ട്. അത് ഞാൻ തന്നെ ചെയ്യണ്ട, അതെനിക്ക് വേറൊരാളെ ഏൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം ഇല്ലെങ്കിൽ എനിക്ക് ദുരിതം. തീർച്ചയായിട്ടും ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ചെവികളിൽ അലയടിക്കേണ്ട ഒരു വചനമാണ്. അപ്പോസ്തല പ്രവർത്തനം 4:20 നമ്മൾ വായിക്കുന്നുണ്ട്, എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. പൗലോസ്ലീഹ പറയുകയാണ്, അവരനുഭവിച്ച യേശുവിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെ അനുഭവിച്ച യേശുവിനെ എങ്ങനെയാണ് യോഹന്നാന്റെ ലേഖനത്തില് ലേഖനത്തിലൂടെ വിവരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 1 യോഹന്നാൻ 1:1 പറയുകയാണ്, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. എത്ര മനോഹരമായിട്ടൊരു വചനം. ഞങ്ങൾ കേട്ടതാണ്, ഈശോയെ ഞങ്ങൾ കേട്ടു, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചതാണ്, കൈകൊണ്ട് തൊട്ടതാണ്. അങ്ങനെയുള്ള യേശുവിനെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത് എന്നാണ്
യോഹന്നാൻ ശ്ലീഹ അവിടെ രേഖപ്പെടുത്തി വെച്ചേക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ട, നമ്മൾ കേട്ട, നമ്മൾ അനുഭവിച്ച യേശുവിനെ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. സുവിശേഷത്തിന്റെ ആനന്ദത്തില് ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, ഇന്ന് സാക്ഷികളെ ശ്രമിക്കുന്നത് ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പൊ നമ്മള് ആലീസിന്റെ സാക്ഷ്യം കേട്ടു, നമ്മളെല്ലാവരും ഇങ്ങനെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ്. കാരണം ആ സുവിശേഷം ജീവിച്ചുകൊണ്ടാണ് അത് പങ്കുവയ്ക്കുന്നത്. അപ്പൊ സാക്ഷികളെ ശ്രമിക്കുന്നത് വളരെ ഇഷ്ടമാണ്. അവർ ആധികാരികതയ്ക്ക് വേണ്ടി ദാഹിക്കുകയും അവർ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന പോലെ തങ്ങൾക്ക് അറിയാവുന്നതും പരിചിതവുമായ ഒരു ദൈവത്തെ കുറിച്ച് സംസാരിക്കാൻ സുവിശേഷ പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ സുവിശേഷം ജീവിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരാള് സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ കേൾവിക്കാർക്ക് അവര് കാണുന്ന ഒരു ദൈവത്തെ പകർന്നു കൊടുക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. വീണ്ടും സുവിശേഷത്തിന്റെ ആനന്ദത്തിലെ പാപ്പ പറയുകയാണ്, കർത്താവിന്റെ വചനത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിന് മുമ്പ് അതിനെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ സമ്മതിക്കുന്ന ജീവസുറ്റ സ്വതന്ത്രരായ സർഗാത്മകതയുള്ള വ്യക്തികൾ എന്ന നിലയിൽ നമ്മെ ഉപയോഗപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പൊ കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി നമ്മളെ രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മളിലുള്ള മാലിന്യങ്ങളൊക്കെ കഴിക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ആണ് ഫ്രാൻസിസ് പാപ്പ തന്റെ അപ്പസ്തോലിക ആഹ്വാനത്തില് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും രക്ഷകന്റെ മിഷനില് ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുകയാണ്, തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഈ പദവി സ്വന്തം മേന്മകളിൽ നിന്നുള്ളതല്ല, അത് യേശുക്രിസ്തുവിന്റെ പ്രത്യേകമായ കൃപയാലാണ്. ഈ കൃപയോട് വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യുക. അപ്പൊ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് ആരുടെയും നന്മ കൊണ്ടോ മേന്മ കൊണ്ടോ അവരുടെ കഴിവ് കൊണ്ടോ ഒന്നും കിട്ടുന്നതല്ല. ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന വലിയ കൃപയാണ്. ഈ കൃപയോട് സഹകരിക്കുക. നേരത്തെ വത്സമ്മ പറഞ്ഞ പോലെ ഒന്ന് നിന്നുകൊണ്ടിരിക്കുക, ആമേൻ പറയുക, അപ്പോൾ ബാക്കിയെല്ലാം തമ്പുരാൻ ചെയ്തുകൊള്ളും. വീണ്ടും ക്രിസ്തു ജീവിക്കുന്ന അപ്പസ്തോലിക ആഹ്വാനത്തില് ഫ്രാൻസിസ് പാപ്പ പറയുന്നു, നിങ്ങളാണ് ദൈവത്തിന്റെ ഇപ്പോൾ. അതേ സുഹൃത്തുക്കളെ, ഇന്ന് ക്രിസ്തുവിനെ പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ കരങ്ങളാണ് ആവശ്യം, നമ്മുടെ കാലുകളാണ്, നമ്മുടെ കൈകളാണ്, നമ്മുടെ കണ്ണുകളാണ്, നമ്മളുടെ പുഞ്ചിരിയാണ്, നമ്മളിലൂടെയാണ് ഇന്ന് ക്രിസ്തു പ്രവർത്തിക്കുന്നത്. അപ്പം ഈ 254 ഖണ്ഡികയിൽ പറയുന്നത്, മനുഷ്യ ഹൃദയങ്ങളിലായിരിക്കുക എന്ന മിഷൻ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതെനിക്ക് എടുത്തു കളയാവുന്ന ഒരു ബാഡ്ജ് അല്ല. അത് ഞാൻ എന്നെ തന്നെ നശിപ്പിച്ചാലല്ലാതെ എന്നിൽ നിന്നും പിഴുതെറിയാൻ ആവില്ല. ഞാൻ ഈ ഭൂമിയിൽ ഒരു മിഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എന്നെ ഒരു മിഷനായിട്ട് വേണ്ടിയല്ല അയച്ചേക്കുന്നല്ല പാപ്പ പറയുന്നത്, ഞാനൊരു മിഷനാണ്. അതെ, നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ഒരു മിഷനാണ്. ദൈവസ്നേഹം പങ്കുവെക്കാനായിട്ടുള്ള ഉപകരണങ്ങളാണ് നമ്മളെല്ലാവരും. അങ്ങനെ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് സുവിശേഷമായിക്കൊണ്ട് സുവിശേഷമേകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനും സ്വർഗ സൗഭാഗ്യവുമാണ്. ഈ ഒരു നിത്യജീവനും സ്വർഗഭാഗ്യവും അനുഭവിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പിതാവ് തന്റെ പിതൃനിലൂടെ നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചേക്കുന്ന ഈ ഒരു വലിയ ദൗത്യത്തില് പങ്കുചേരാം. സുവിശേഷമായിക്കൊണ്ട് സുവിശേഷമേകുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മ ചൈതന്യത്തില് സഭയെ ശക്തിപ്പെടുത്തുവാനായിട്ട് ധീരതയോടെ ഈ മിസിയോ ടീമിന് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് തമ്പുരാൻ എല്ലാവിധ സാഹചര്യങ്ങളും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായം എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ എല്ലാവർക്കും തീഷ്ണതയുള്ള സുവിശേഷ പ്രഘോഷകരാകാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. താങ്ക് യു ലൈസമ്മ ചേച്ചി. എത്ര മനോഹരമായിട്ട് സുവിശേഷ പ്രഘോഷണത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്ന് ചേച്ചിക്ക് പ്രത്യേകം നന്ദി. നമ്മുടെ ജീവിതം സുവിശേഷ പ്രഘോഷണം ചെയ്യാനും നമ്മുടെ സഭയോട് ചേർന്ന് നിന്ന് സുവിശേഷ പ്രഘോഷണം ചെയ്യാനും
നമ്മുടെ ജീവിത ദൗത്യം ഇതാണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് ജീവിക്കാനും, ചേച്ചി പറഞ്ഞ ഒരു വാക്ക്, നമ്മുടെ ജീവിതം ഒരു സുവിശേഷമായിരിക്കണം നമ്മളത് പ്രഘോഷണം ചെയ്യുന്ന മുമ്പ്. അതിന് നമ്മൾ പരിശുദ്ധാത്മാവിനോട് നമ്മൾ യാചിച്ച് എപ്പോഴും നമ്മൾ ചോദിക്കണം. അപ്പൊ നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ ഒരു മാതൃകയാവുമ്പം നമുക്ക് പ്രഘോഷണം അത് ചെയ്ത് നമ്മളെല്ലാരും കൂടെ ഒത്തിരി പേര് കൂടെ ചേർന്ന് നിന്ന് ചെയ്യുമ്പോഴാണല്ലോ അതില് ഒരു സംതൃപ്തി മറ്റവരെയൊക്കെ മനസ്സിലാക്കാൻ. അതേപോലെ ഞാൻ നമ്മൾ പിതാവിന്റെ അടുത്ത് ഷെയർ ചെയ്ത പോലെ 11 ശിഷ്യന്മാരുടെ അടുത്ത് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോഴത്തേക്ക് പറഞ്ഞത്, മാർക്കിൽ 16-15 വായിച്ച പോലെ, നിങ്ങൾ ലോകം മുഴുവനും പോയി സുവിശേഷം പ്രഘോഷണം ചെയ്യാന്. അപ്പം അങ്ങനെ ഇന്ത്യ ഒരു ഹിന്ദു നാടായിട്ട് തോമസ് ലീഗ അങ്ങനെ വന്ന് നമ്മൾ ഇത്ര പേര്, അല്ലെ നമ്മളൊക്കെ ക്രിസ്ത്യൻ ലൈഫ് എന്നാന്ന് ഈശോനെ അറിയാതെ പോയേനെ. അങ്ങനെ ഒരു ഈശോയുടെ കൂടെ നടന്ന് ഈശോ പറഞ്ഞു കൊടുത്ത ഒരു ശിഷ്യൻ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ വന്ന് നമ്മുടെ ക്രിസ്ത്യാനിയെ കുറിച്ച്, ഈശോനെ കുറിച്ച്, അവരുടെ ജീവിത മാർഗത്തിൽ നമുക്കത് കാണിച്ചു കൊടുത്തതും, നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ ഇവിടെ ഒരു മിസിയോ ടീമായിട്ട് നമ്മളിപ്പം ഈശോനെ കുറിച്ചും സുവിശേഷ പ്രഘോഷണത്തിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഈ സമയം എടുത്ത് നമ്മളെല്ലാരും കൂടെ ഇപ്പം കൂട്ടായ്മയിലിരുന്ന് നമുക്ക് ഒരുമിച്ച് കൂടി സംസാരിക്കാൻ പറ്റുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. താങ്ക് യു ചേച്ചി, ഇത്രയും നല്ല ഒരു ക്ലാസ് നമുക്ക് തന്നതിന് താങ്ക് യു. നല്ലൊരു സ്ലൈഡ് പ്രസന്റേഷന്. അടുത്തതായിട്ട് നമ്മൾ വൈൻഡപ്പ് സെഷന് ആലിസ് കുട്ടി ചേച്ചീനെ ക്ഷണിക്കുന്നു. കർത്താവ് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. നമ്മള് ഈ നാളുകളിലെല്ലാം കഴിഞ്ഞ ആഴ്ചകളിലൂടെ എല്ലാം ഇതിലേക്കായിരുന്നു ഒരുക്കൊണ്ടിരുന്നത് നമുക്കറിയാമല്ലോ. നമ്മള് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മ കൂട്ടായ്മയായിട്ട് വളർന്ന് ശരിക്ക് ഇതെല്ലാം എല്ലാവരുടെയും ഇതിലൂടെ, എലിസമ്മയുടെയും ആലിസിന്റെ ടെസ്റ്റിമണിയിലൂടെയും എലിസമ്മയുടെയും പിതാവിന്റെ ഷെയറിങ്ങിലൂടെയും ഒക്കെ നമുക്കിത് മനസ്സിലായി. നമുക്കറിയാം ഈ ഒരു കോഴ്സിന്റെ മോട്ടോ തന്നെ 2:2 തിമോത്തി, എന്നിൽ നിന്ന് നീ കേട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ പറഞ്ഞിരിക്കും. ഇതൊക്കെ നമുക്കറിയാം, പരിചയമുള്ള കാര്യങ്ങളാണ്. പിന്നെ എല്ലാവരും, പിതാവടക്കം എല്ലാവരും പറഞ്ഞു. നമ്മൾ ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് ഒരുപാട് രീതിയിലുള്ള, അസുഖിപ്പിള്ള ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ, പ്രീച്ച് ദ ഗോസ്പൽ ഓൾവേസ്, ഇഫ് നെസസറി യു മേ യൂസ് വേർഡ്സ് എന്നാ പറഞ്ഞത്. അത്യാവശ്യമുള്ള വാക്കുകൾ ഉപയോഗിക്കാം, പക്ഷെ നിങ്ങളുടെ ജീവിതം തന്നെ, നിങ്ങളെ കാണുന്നവർ ഈശോയെ കാണണം, നിങ്ങൾ 5ാമത്തെ സുവിശേഷമാകണം, അനദർ ക്രൈസ്റ്റ് ആകണം എന്നൊക്കെ നമുക്കറിയാം. അപ്പം അതിന് ഉള്ളൊരു, ഈ കോഴ്സിനുള്ളൊരു പ്രിപ്പറേഷൻ മാത്രമാണ് ഈ ഓൺലൈൻ കോഴ്സ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അതായത് നമ്മളെ ഇവാഞ്ചലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രിപ്പയറിങ് ആസ്. അപ്പം ഇനി നമ്മൾ മറ്റുള്ളവരെ ഇവാഞ്ചലൈസേഴ്സ്, നമ്മൾ മറ്റുള്ളവരോട് ഇവാഞ്ചലൈസ് ചെയ്യാൻ ഉള്ള അടുത്തൊരു സ്റ്റെപ്പ്, പിന്നെ മറ്റുള്ളവരെ ഇവാഞ്ചലൈസേഷൻ ആക്കാനുള്ള പരിശീലനം. അപ്പൊ ഈ ഒരു മേഖലകളിലെല്ലാം നമ്മള് ഇപ്പൊ കേട്ട കാര്യങ്ങൾ, അവരുടെ ക്ലാസ് നന്നായി, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞിരിക്കുന്നതല്ല. പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടി, പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലുണ്ട്. ഇനിയിപ്പം നമ്മുടെയൊക്കെ ജീവിതത്തില് ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും തൊട്ടറിഞ്ഞതുമായ കാര്യങ്ങൾ പറയാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും ഉള്ള ദാഹവും വിശപ്പും ആകണം. അങ്ങനെ വന്നു കഴിഞ്ഞാലേ നടക്കുകയുള്ളൂ. അപ്പൊ ഇനി നമുക്കിപ്പോ ചെയ്യാവുന്നത്, ഇതിലൂടെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. അടുത്ത ബാച്ചിലേക്ക്, 14ാമത്തെ ബാച്ചിലേക്ക് മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകളെ കണ്ടുപിടിച്ച്, ആരെങ്കിലും കുറെ പേരെ ഒന്നിക്കേറ്റുന്നതിനെക്കാട്ടിൽ ആ തരത്തിൽ വേണം. അതുപോലെ നമ്മൾ ഇത് പങ്കെടുത്തവരെല്ലാം ഒരു റെസിഡൻഷ്യൽ കോഴ്സിൽ പങ്കെടുത്ത് അടുത്ത ലെവലുകളിലേക്ക് നമ്മൾ വളരണം. ഇവരൊക്കെ പിതാവും കഴിഞ്ഞ ചുണ്ടിക്കാട്ടത്ത് ഞങ്ങൾക്ക് കുറഞ്ഞു കൂടിയപ്പോൾ വന്നായിരുന്നു പറഞ്ഞായിരുന്നു, നമ്മൾ ബന്ധപ്പെടുന്നവരല്ലേ, മാദ്രേച്ചൻ നമ്മോട് കൂടി ഇപ്പോഴുണ്ട്. നമുക്ക് നല്ല പ്രോത്സാഹനങ്ങൾ ധാരാളം പേരിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്നും പറഞ്ഞിട്ട് നമ്മൾ സ്വസ്ഥമായി ഇരുന്നാൽ പോരെ, നമ്മുടെ കയ്യിലാണ്. നമ്മൾ ഓരോരുത്തരും ഇത് പറഞ്ഞില്ലേ, യു ആർ ഗോഡ്സ് ടുഡേ. ഇപ്പോഴത്തെ ദൈവത്തിന്റെ സാന്നിധ്യം ലോകത്തിലായിരിക്കേണ്ടവർ നമ്മൾ ഓരോരുത്തരുമാണ്. വേറെ ആരെയും നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള ആ ബോധ്യത്തോടുകൂടി നമുക്ക് ഈശോയെ, ഈശോ പറഞ്ഞിട്ട് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നത് പറഞ്ഞതുപോലെ നമ്മളെ കാണുകയും നമ്മൾ ഏത് രീതിയിൽ ബന്ധപ്പെടുകയും ചെയ്യുന്നവർക്കെല്ലാം ശരിക്കും ഈ സുവിശേഷം കിട്ടാൻ, ഈശോയെ കാണാൻ
ഈശോയുടെ ജീവിതത്തിലേക്ക് വരാനിടയാകത്തക്ക വിധത്തിൽ നമുക്ക് ഇതിലേക്ക് ഒന്ന് വളരാനിടയാകട്ടെ. ഏതായാലും ചുഴലിക്കാട്ടത്തിനും വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇനി അധികം പറയുന്നില്ല. അച്ഛനും ഒരു 2 വാക്ക് പറയാനുള്ള അവസരം കൊടുക്കുക അല്ലേ. അച്ഛൻ യുകെയിലെ വികാരി ജനറലാണ് കേട്ടോ, ഇംഗ്ലണ്ടില്. ഏതായാലും നമ്മുടെ ഭൂലോക ഗ്രൂപ്പാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൊണ്ട് ലോക സുവിശേഷവൽക്കരണം നമ്മുടെ ഈ കാലത്ത് തന്നെ നടക്കാൻ നമുക്കൊന്ന് നിന്നു കൊടുക്കാം. നമ്മളാകെയല്ല, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ കൃപയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. നമ്മുടെ വിലകുന്ന പ്രശ്നങ്ങളൊന്നും പ്രശ്നമല്ല. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ സമയം ലേറ്റ് ആകുന്നതുകൊണ്ട് ഈ പറയേണ്ട കാര്യമില്ലെന്നറിയാം. അതുകൊണ്ട് ദൈവത്തിന്റെ സ്തുതി. എല്ലാവരും നല്ല വിജിൽസില്ലെന്ന് ഇവാഞ്ചലൈസേഷൻ ആകട്ടെ. എല്ലാ തരത്തിലും നിങ്ങളുടെ കഴിവുകളും അറിവുകളും സമ്പത്തും സമയവും സ്വാധീനവും എല്ലാം ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കമ്മിറ്റഡ് ആകാം. ആമേൻ. താങ്ക് യു ആലിസ് ചേച്ചി. എല്ലാ ആഴ്ചയും നമ്മൾ ഇങ്ങനെ കൂടുമ്പോഴത്തേക്ക് ചേച്ചിയുടെ മുഖത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആ ഒരു സ്പിരിറ്റ് ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ചേച്ചി. ഓരോ സമയത്ത് ഒരു നല്ല മെസ്സേജ് ചേച്ചിയുടെ മുഖാന്തരം കേൾക്കാനും താങ്ക് യു വൺസ് അഗൈൻ. ഇപ്പൊ നമ്മൾ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് ടോമി ചേട്ടനെ ക്ഷണിക്കുന്നു. നമ്മുടെ ചുഴലിക്കാട്ടച്ഛൻ വന്നത് കൊണ്ട് തന്നെയുള്ള സമയം ഇത്തിരി കടന്നു പോയി. ഞാൻ പെട്ടെന്ന് അനൗൺസ്മെന്റ് പറയാം. നമുക്ക് 14ാമത്തെ ബാച്ചിന്റെ ലിങ്ക് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കോൺടാക്റ്റുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കാനും ആളുകളെ പ്രോത്സാഹിപ്പിക്കാനും ഒന്ന് പരിശ്രമിക്കണം. ആലിസ് ചേച്ചി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് 2 ലിങ്ക് ഉണ്ട്, 2 ഗ്രൂപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നവരുടെ ഗ്രൂപ്പാണ് കേട്ടോ. റിപ്പീറ്റേഴ്സിന് നമ്മൾ സ്പെഷ്യലായിട്ട് മറ്റൊരു രീതിയിലുള്ള ഒരു ഫോർമേഷനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് പങ്കെടുക്കുന്നവർക്കുള്ള ഗ്രൂപ്പിൽ റിപ്പീറ്റ് ചെയ്യുന്നവർ പോയി ചേരരുത്. അവിടെ മെന്റേഴ്സ് ആകുന്നവർ മാത്രം അവിടെ ചേരുക. ബാക്കിയുള്ളവരൊക്കെ റിപ്പീറ്റേഴ്സ് ഗ്രൂപ്പിൽ തന്നെ ചേരാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ആലിസ് ചേച്ചി ഇപ്പൊ പറഞ്ഞതുപോലെ ഈ ഓൺലൈൻ കോഴ്സ് നമ്മുടെ റെസിഡൻഷ്യൽ കോഴ്സിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ മാത്രമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ജൂലൈ മാസം 12-ാം തീയതി മുതൽ 17-ാം തീയതി വരെ നിശ്ചയ ഭവനിൽ വെച്ച് നമ്മുടെ റെസിഡൻഷ്യൽ കോഴ്സ് നടക്കുന്നുണ്ട്. 15 പേർക്ക് മാത്രമേ അവിടെ സീറ്റ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് അത് ലഭിക്കുന്നതായിരിക്കും. 9061954230 എൻ്റെ നമ്പറാണ്. നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ മിസിയോ ഭവനില് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നിത്യാരാധന അവിടെ എപ്പോഴും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ, ഇപ്പം രാവിലെ വന്നിട്ട് വൈകിട്ട് പോകേണ്ടവർക്ക് പോകാം. 2 ദിവസം അവിടെ താമസിച്ച് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അവിടെ സാധ്യതയുണ്ട്. അങ്ങനെ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി, ഇവാഞ്ചലൈസേഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് അഭിമന്യ തട്ടിൽ പിതാവ് അവിടെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചതും ഒക്കെ നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് സുവിശേഷവൽക്കരണത്തിന് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥന ഉയരട്ടെ എന്നാണ്. അപ്പൊ അതിന് സന്നദ്ധതയുള്ളവരെല്ലാവരും അവിടെ കടന്നു വരാൻ വേണ്ടി തയ്യാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റ് ഞാൻ നിർത്തുകയാണ്. ചുണ്ടിക്കാട്ടിലെ അച്ഛനെ ഒരു മെസ്സേജിനായിട്ടും ആശീർവാദത്തിനായിട്ടും ക്ഷണിക്കുന്നു. അച്ഛാ, ഒത്തിരി സന്തോഷം അച്ഛനോടി വന്നതില്. പ്രിയപ്പെട്ട ആലിസ് ആന്റി, പ്രിയപ്പെട്ട ചോമിച്ച, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ കരുതുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വാസ്തവത്തിൽ അവിചാരിതമായിട്ടാണ് ഇതിനകത്ത് കയറുവാനായിട്ട് പറ്റിയത്. കാരണം ഞാനൊരു പള്ളിയിൽ ഒരു കുമ്പസാരത്തിന്റെ ഒരുക്കമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. എങ്കിൽ പോലും ഒരു കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ചെയ്യുന്ന ഈ വലിയ വലിയ എവഞ്ചലൈസേഷൻ ഉണ്ടല്ലോ, അതിന് ഞാൻ അഭിനന്ദനങ്ങൾ പറയുകയാണ്. ദൈവാനുഗ്രഹത്തിൽ ആശംസകൾ നേരുന്നു, പ്രാർത്ഥനകൾ. നിയമാവർത്തനത്തിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം, നിയമാവർത്തനം 6, 7, 8 തിരുവചനങ്ങൾ. നിയമാവർത്തനം 6-ാമത്തെ അധ്യായം 7, 8 തിരുവചനങ്ങൾ. അവിടെ 9 കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. 9 കാര്യങ്ങൾ. ഞാൻ കൽപ്പിക്കുന്ന വചനങ്ങൾ ഒന്നാമതായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവണം. അതാണ് ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് ഇന്നത്തെ പഠനം കൊണ്ട്. ജാഗരൂകതയോടുകൂടി അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. രണ്ടാമത്, നിങ്ങളുടെ മക്കളെന്ന് പറയുന്ന നിങ്ങളുടെ മക്കളല്ല, ലോകം മുഴുവനുമാണ്. മൂന്നാമത് 3 കാര്യങ്ങൾ പറയണം. വീട്ടിലായിരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ. വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിൻ്റെ അർത്ഥം എല്ലായ്പ്പോഴും എന്നുള്ളതാണ്. അവയെപ്പറ്റി സംസാരിക്കണം.
അപ്പൊ എവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ അല്ല. കിടക്കുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ ഒരു എവാഞ്ചലൈസേഷൻ. അതാണ് ഇന്നലെ സംസാരിച്ച ആലിസ് ആന്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതല്ല, അതൊരു ജീവിതത്തിന്റെ ശൈലിയാണ് എന്നുള്ളത്. അവ കയ്യിൽ ഒരു അടയാളമായിട്ട് നെറ്റിത്തട്ടത്തില് പട്ടമായിട്ടും അണിയണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വിവിഡായിട്ട് കൊടുക്കണം. അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. വിവിഡായിരിക്കണം മറ്റുള്ളവർക്കത്. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെ കട്ടിളക്കാലിലും മേൽപ്പടിയിലും എഴുതണം എന്ന് പറയുന്നത് മിസ്സിയോ ഭവൻ വാസ്തവത്തിൽ ഒരു കട്ടിളക്കാലും ഒരു വാതിൽപ്പടിയുമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ വലിയ സംരംഭത്തിൽ ഞാൻ ഒരുപാട് അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് നിലനിൽക്കുന്നത് കൊണ്ടാണ് ലോകത്തില് സുവിശേഷം വെളിച്ചമായിട്ട് നിൽക്കുന്നത്. എന്നെ കൂട്ടി 80 പേര് ഇവിടെ ഉണ്ട്. ഈ 80 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ 80 പേരുടെ ഹൃദയത്തിൽ അങ്ങ് തീ കത്തിയാല് നമുക്ക് വാസ്തവത്തിൽ വലിയ ഒരു കൃപയായിട്ട് മാറാം. ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേകിച്ച് വിമല ഹൃദയത്തിന്റെ തിരുനാളാണ്. ഇന്നലെ തിരുഹൃദയത്തിൻ്റെതാണ്. നമുക്ക് നമ്മുടെ ഹൃദയം ജ്വലിക്കട്ടെ. ഈ പറഞ്ഞ നിയമവർത്തനത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ചരിക്കുമ്പോഴും ഒക്കെ എന്ന് പറഞ്ഞത് 1-ാമത്തെ സങ്കീർത്തനം അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. നീ എല്ലാ കാര്യങ്ങളിലും രാവും പകലും ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ചെയ്യുന്ന ഈ വലിയ കാര്യത്തിന് നന്മ പറയുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ, ഇവിടെ ആയിരിക്കുന്ന ഈ 79 പേര്, എന്നെ കൂട്ടി 80 പേര്, ഈ 80 പേരുടെ മുകളിൽ വലിയ തീ കത്തണമേ. അനുഗ്രഹമായിരിക്കണമേ, ആശീർവാദമായിരിക്കണമേ, കൃപയായിരിക്കണമേ. ഇവരുടെ മനസ്സുകൾ തളരരുതേ. ഇവരുടെ ജീവിതങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ അതിന് വലിയ കരുണ, അതിന്റെ വലിയ ലേപനം പുരട്ടി ഇവരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഭവനങ്ങളെ ആശീർവദിക്കണമേ. കർത്താവെ, നീ ഒരു പാത്രം വെള്ളം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിന് 10 ഇരട്ടിയായിട്ട് നൽകും എന്ന് ഉറപ്പുണ്ടല്ലോ. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരു ആള് മാത്രമേ, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ നല്ല ഒരു ജീവിതം കഴിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു അത്ഭുതമാകും. ഈ മെസ്സിയോയുടെ ഈ വലിയ ഒരു കാര്യങ്ങൾ എല്ലായിടത്തും കത്തിപ്പടരട്ടെ. ഞങ്ങളെ തന്നെ ഊർജ്ജസ്വലമാക്കണമേ. സർവശക്തനായ ദൈവമേ, പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ യോസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവെ, തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും വിമലീകരിക്കുകയും ചെയ്യണമേ. എല്ലാ തരത്തിലുള്ള നാരിക ശക്തികളിൽ നിന്നും പൈശാചികമായിട്ടുള്ള തിന്മകളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. ഈ വലിയ സംഭവം ലോകം മുഴുവനും കത്തിപ്പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധ റൂഹ നമ്മളെല്ലാവരെയും ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, എന്നെ ഇതിനകത്ത് കയറുവാനായിട്ട് അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഇത് വലിയ ഒരു സംരംഭം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. നിങ്ങൾ വലിയ പ്രബുദ്ധരായിട്ടുള്ള ആളുകളാണ്, വിജ്ഞാനികളായിട്ടുള്ള ആളുകളാണ്. പ്രൊഫസേഴ്സ് ഉണ്ട്, റിട്ടയർഡ് പീപ്പിൾ ഉണ്ട്, വലിയ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. നിങ്ങളുടെ മുൻപിൽ ഞാൻ തലകുനിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പുരോഹിതന്മാർക്ക് ശക്തി ഉണ്ടാകാനായിട്ട്, പുരോഹിതന്മാരുടെ കൈകളിലൂടെ ഒരുപാട് ഇനിയും വളരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ വിശുദ്ധ കുർബാന 6 മണിക്കുണ്ട്. അതിനു മുൻപ് കുമ്പസാരിക്കൂട്ടിൽ വന്നിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് ഇതുവരെ കൂട്ടിലിരുന്നിട്ട് ആരും കിട്ടിയില്ല. ഒരാൾ കടന്നുപോയ വഴി എന്നോട് പറഞ്ഞു, അച്ഛൻ വെറുതെ ഇരിക്കുന്ന കാരണം ഞാൻ വർത്തമാനം പറയാൻ വന്നതാണ്, കുമ്പസാരിക്കാൻ വന്നതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആളിനെ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. 6 മണിക്ക് കുർബാനയുണ്ട്. ആ കുർബാനയിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ഇത് വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ. ആമേൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അച്ഛാ. ഒത്തിരി നന്ദി അച്ഛനോടി വന്നതിന്. കുറച്ചു മുമ്പ് ജോയ് പിതാവ് വന്നിട്ടുണ്ടായിരുന്നു. പിതാവ് ഒരു സന്ദേശമൊക്കെ തന്നുപോയി. പിന്നെ അച്ഛനും കൂടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അത് നിറഞ്ഞു. ആശീർവദിക്കാൻ വരേണ്ട സേവർ അച്ഛൻ വന്നിട്ടില്ല. അപ്പോഴാണ് ഞാൻ അച്ഛനെ കണ്ടത്. അപ്പം ഞാനൊരു പകരക്കാരനായിട്ട് എല്ലായിടത്തും വരുന്നവനാ. അതൊരു വലിയ ബ്ലെസ്സിംഗ് അച്ഛാ. താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ. താങ്ക് യു God ദിവ്യ. just chose you for this moment. Yes, thank you. Thank you. Okay. So for the closing, I want to add on, thank you Tommy Cheta for always guiding our team members. I want to thank you also. And നമ്മുടെ ജീവിതം, അച്ഛൻ ഇപ്പം പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ നമുക്ക് ജ്വലിച്ച് സുവിശേഷം പ്രഘോഷിക്കാനും
നമ്മൾ അതെല്ലാം നമ്മൾ തന്നെ വെക്കാതെ നമ്മൾ മറ്റവർക്കൊക്കെ പകർന്നു തരാനും, എല്ലാ മക്കൾക്കും, നമ്മുടെ വീട്ടിലുള്ള മക്കൾക്ക് മാത്രമല്ല എല്ലാ മക്കൾക്കും നമുക്കത് പകർന്നു തരുവാനായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനോട് നമ്മൾ യാചിച്ച് നമ്മുടെ ജീവിതം മൊത്തം ജ്വലിച്ച് തീർക്കാം. താങ്ക് യു.